പട്ടണമായ കഫർന്നഹൂമിൽ ചെന്ന് ശബ്ബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവൻ്റെ വചനം അധികാരത്തോടെ ആകിയാൽ അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ, നസ്രയനായ യേശുവേ, വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെയെന്ന് ഉറക്കെ നിലവിളിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പകൽ വായിച്ച വചനം തന്നെയാണ്. ഓൺലൈൻ ലൈവ് ചെയ്യുന്നുണ്ടോ? ലൈവ് ഉണ്ടോ? ഉണ്ട്. എത്ര പേര് വാച്ച് ചെയ്യുന്നുണ്ട്? ഓക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. എത്രയാണ്? 300 സംതിങ്. ഓക്കെ. ശരി, ഞാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് തന്നാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മൾ കഴിഞ്ഞ പകലിൽ സംസാരിച്ച ദൈവവചന ചിന്തകളുടെ ഗൗരവമേറിയ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ എണ്ണം കുറഞ്ഞതിൽ എനിക്ക് പരിഭവമുണ്ടെന്ന്. ഒട്ടുമില്ല. ആമേ. അപ്പം തിന്നെ 3000 പേരുണ്ടായിരുന്നു. പക്ഷെ മറുരൂപമലയിലെ മഹത്വം ഇറങ്ങുന്ന കാര്യങ്ങൾ അറിയാൻ 3 പേരെ ഉണർന്നിരുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ 10-17 വർഷമായി ശുശ്രൂഷകളിൽ ഇത് സ്ഥിരം കാണുന്നതാണ്. വലിയ ആരാവാരവും ആൾക്കൂട്ടവും ഒക്കെ അപ്പം തിന്നാൻ കാണും. പക്ഷേ ഗൗരവമേറിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ ദൈവം എപ്പോഴും ചില സെലക്റ്റീവ് പീപ്പിൾസിനെയാണ് എടുക്കുന്നത്. പകൽ സെഷൻ ഉണ്ടായിരുന്നവർ ഒന്ന് കൈപൊക്കിയേ. ഓക്കെ. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങളെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഞാൻ കഴിഞ്ഞ പകലിൽ പറഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ടവർ. നിങ്ങളാണ് ഞാൻ കഴിഞ്ഞ പകലിൽ ദൈവാത്മാവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിച്ച പേരെഴുതപ്പെട്ടവർ. സന്തോഷിച്ചേ. കർത്താവ് നിങ്ങളെ അതിന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. മുഖവുരകളെല്ലാം നമ്മൾ കഴിഞ്ഞ പകൽ സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ അവസാനിപ്പിച്ചത് ഇവിടെയായിരുന്നു. യോർദാൻ്റെ കരയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമായി നമ്മുടെ കർത്താവായ യേശു ഗലീലയിലേക്ക് മടങ്ങി വരുന്നു. ഗലീലയിലെ കഫർന്നഹൂം എന്ന് പറയുന്ന പട്ടണത്തിലുള്ള ഒരു യഹൂദ സിനഗോഗിനകത്ത് കയറി നിന്നുകൊണ്ട് താൻ ന്യായപ്രമാണത്തിൻ്റെ ചുരുളുകൾ നിവർത്തി സംസാരിക്കാൻ ആരംഭിക്കുന്നു. താൻ സംസാരിക്കാൻ തുടങ്ങുന്ന ആ നാഴികകളിൽ തന്നെ അതിനകത്ത് വർഷങ്ങളായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന ഒരു ദുരാത്മാവ് മാനിഫെസ്റ്റ് ചെയ്യുന്നു, വെളിപ്പെട്ട് വരുന്നു. യേശു അതിനോട് കൽപ്പിക്കുമ്പോൾ അതവനെ വിട്ടു പോവുകയും ഈ അധികാരവും ശക്തിയും എവിടെ നിന്ന് എന്ന് അവിടെ ഉണ്ടായിരുന്ന സകല ആൾക്കാരും ചോദിക്കുന്നു. നമ്മൾ അതിൻ്റെ മറുപടി ഉത്തരവും കണ്ടിട്ടാണ് കഴിഞ്ഞ പകൽ ആശീർവാദം പറഞ്ഞത്. ഈ അധികാരം എവിടെ നിന്നാണ് വന്നത്? പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഓവർഫ്ലോയിങ്, അതായത് കവിഞ്ഞൊഴുകുന്ന നിലവാരം ഒരാളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിലേക്ക് കാല് വെച്ച് കയറാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ സ്വാഭാവികമായി ഒരധികാരം കൂടി ചാർത്തപ്പെടും. ഈ അധികാരത്തിന് വേണ്ടി ഉപവസിക്കുകയല്ല, ഈ അധികാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, ഈ അധികാരം ദൈവത്തോട് ചോദിക്കുകയല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഓവർഫ്ലോയിങ് ഉണ്ടാകുമ്പോൾ അധികാരം താനേ ഒരുവൻ്റെ മേൽ ചാർത്തപ്പെടും. ഹല്ലേലൂയ. ഞാൻ അധികാരത്തെ സംബന്ധിച്ച 2-3 വെളിപ്പാടുകൾ പറഞ്ഞിട്ട് വേഗത്തിൽ മുന്നോട്ട് പോകാം. നിങ്ങൾ ഒരു വാഹനമെടുത്ത് നമ്മുടെ റോഡിലൂടെ ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ട്രാഫിക് കഞ്ചക്ഷൻ കാണുകയാണ്, അല്ലെങ്കിൽ ഒരു ഗതാഗത കുരുക്ക് കാണുകയാണ്. അവിടെ യൂണിഫോം ധരിച്ചൊരു മനുഷ്യൻ നിൽപ്പുണ്ട്. ആ മനുഷ്യൻ കയ്യിൽ സ്റ്റോപ്പ് എന്നെഴുതിയൊരു ബോർഡ് പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടി ഒരു പക്ഷേ 400 ഹോഴ്സ് പവർ ഉള്ള വണ്ടിയായിരിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണേ. വലിയ ശക്തിയുള്ള വണ്ടിയായിരിക്കാം. ഒരു പക്ഷേ ടൺ കണക്കിന് ഭാരമുള്ള വാഹനമായിരിക്കാം. 6 അടി ഉയരം മാത്രമുള്ളൊരു മനുഷ്യനെ ഞൊടി നേരം കൊണ്ട് ചതച്ചരച്ച് കളയാനുള്ള ശക്തി നിങ്ങൾ നിയന്ത്രിക്കുന്ന വാഹനത്തിൻ്റെ എൻജിനുണ്ടായിരിക്കാം. പവർ, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ ശക്തി. എല്ലാവരും പറഞ്ഞില്ല ശക്തി.
എന്തിന് ശക്തിയുണ്ട്? ഈ വരുന്ന വാഹനത്തിന് ശക്തിയുണ്ട്, പവറുണ്ട്. ഏത് മനുഷ്യനെ ഒരൊറ്റ ഇടിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ കുടലുമാല തെറിച്ചു പോകത്തക്കവണ്ണം ശക്തി ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന എൻജിനുള്ള ഏറ്റവും വലിയൊരു ടിപ്പർ ലോറിയാണ്. വരുന്നതൊരു 80-60 സ്പീഡിലാണെന്ന് ചിന്തിച്ചോ. പക്ഷെ അതിൻ്റെ മുമ്പിലേക്ക് ഈ ഒരു മനുഷ്യൻ കയറി നിന്നിട്ട് സ്റ്റോപ്പ് എന്നൊരു ബോർഡ് കാണിക്കുമ്പോൾ എത്ര ശക്തിയുള്ള വാഹനമാണെങ്കിലും അതവിടെ നിർത്തും. എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? അവൻ്റെ മേത്ത് കിടക്കുന്ന യൂണിഫോം, അവൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി, അവൻ്റെ ചുമലിൽ പതിപ്പിച്ചിരിക്കുന്ന ചില നക്ഷത്രങ്ങൾ, അവൻ്റെ വസ്ത്രത്തിൽ അങ്ങിങ്ങായി കാണുന്ന ചില മാർക്കുകൾ, അവനൊരു പോലീസ് സേനയുടെ ഉദ്യോഗസ്ഥനാണ് എന്ന്, അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര വലിയ ശക്തിയും അവൻ്റെ ഒരൊറ്റ സ്റ്റോപ്പ് ബോർഡിന് മുമ്പിൽ നിൽക്കും. ഇരുട്ടും അതിൻ്റെ രാജ്യവും വലിയ ശക്തിയുള്ളത് തന്നെ ആയിരിക്കാം. അനേക വ്യക്തികളെ തകർത്തതായിരിക്കാം, അനേക ജീവിതങ്ങളെ ഇല്ലായ്മ ചെയ്തതായിരിക്കാം. പക്ഷേ അധികാരമുള്ള ഒരുവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ, അവൻ്റെ നിൽപ്പിൻ്റെ മുമ്പിൽ, അവൻ പറയുന്ന ശബ്ദത്തിൻ്റെ മുമ്പിൽ ഇരുട്ടിൻ്റെ എത്ര വലിയ ഭീകരമായ ശക്തമായ സംവിധാനങ്ങളും സ്റ്റോപ്പിട്ടതുപോലെ നിൽക്കുമെങ്കിൽ യേശുവിൻ്റെ മേൽ വ്യാപരിച്ച അതേ അധികാരം തന്നെ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് പതിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടില്ലാത്ത മറ്റൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷകൾക്കായിട്ട് മീറ്റിങ്ങിനായിട്ട് ഇറങ്ങിയ ഉടനെ നിങ്ങൾ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു, നിങ്ങൾ ഷോൾ ഇട്ടു, നിങ്ങൾ പാൻസ് ഇട്ടു, ഷർട്ട് ഇട്ടു, നിങ്ങൾ പെർഫ്യൂം അടിച്ചു. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, കൊള്ളാം, മോശമല്ലാതിരിക്കുന്നു. ആ കണ്ണാടിയിൽ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രൂപം കാണാൻ കഴിഞ്ഞോ ഇല്ലയോ? നിങ്ങൾക്ക് നിങ്ങളുടെ രൂപം കാണാൻ കഴിഞ്ഞു, നിങ്ങളുടെ മുടി കാണാൻ കഴിഞ്ഞു, നിങ്ങളുടെ മുഖം കാണാൻ കഴിഞ്ഞു, നിങ്ങളുടെ ശരീരം കാണാൻ കഴിഞ്ഞു, നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ നിറം കാണാൻ കഴിഞ്ഞു. നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കി ഇത് ചേരുന്നുണ്ടോ എന്ന്. നിങ്ങൾ നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങളുടെ ബാഹ്യരൂപം കാണുന്നത് പോലെ അഭിഷേകമുള്ളവൻ്റെ മേത്ത് കിടക്കുന്ന അധികാരത്തിൻ്റെ ഒരു യൂണിഫോം ഉണ്ട്. അത് നിങ്ങൾ നോക്കുന്ന കണ്ണാടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇരുട്ടിൻ്റെ ആത്മലോകത്തിന് അഭിഷേകമുള്ളവൻ്റെ മേത്ത് കിടക്കുന്നത് എന്തെന്നറിയാം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ രാത്രിയിലും ആ യൂണിഫോമിൻ്റെ മുകളിലേക്ക് അധികാരത്തെ ഉയർത്തുന്ന ചില പുതിയ പദവികൾ പരിശുദ്ധാത്മാവ് അറ്റാച്ച് ചെയ്യുന്നു. ഇരുട്ടിന്റെ ഏത് ശക്തിയെയും ഭൂതങ്ങളുടെ ഏത് പ്രവർത്തനത്തെയും ഒരൊറ്റ വാക്കുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു യൂണിഫോം. ആമേൻ, ആമേൻ. നിങ്ങൾ മുട്ടുമടക്കിയോ മുട്ടുമടക്കാതെയോ, നിങ്ങൾ ഇരുന്നോ ഇരിക്കാതെയോ, കണ്ണടച്ചോ കണ്ണു തുറന്നോ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിറവോ നിങ്ങളുടെ ക്വാളിറ്റിയോ നിങ്ങൾ പറയുന്ന വാക്കിൻ്റെ ഭംഗിയോ ഒന്നുമല്ല ആത്മലോകം കാണുന്നത്. നിന്റെ മേൽ കിടക്കുന്ന യൂണിഫോമാണ്. തിരിച്ചറിഞ്ഞേ അഭിഷേകമുള്ള നീ കൈയടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അന്യഭാഷ പറയുക മാത്രമല്ല ചെയ്യുന്നത്. നിന്റെ ആത്മാവിലും നിന്റെ ദേഹത്തും പുതഞ്ഞു കിടക്കുന്ന അദൃശ്യമായ അഭിഷേകത്തിൻ്റെ അധികാരത്തിൻ്റെ ഒരു ആവരണമുണ്ട്, ഒരു യൂണിഫോമുണ്ട്. ഇന്ന് ആരൊക്കെയോ അത് കണ്ടിട്ടില്ല എങ്കിൽ ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കത് പ്രദർശിപ്പിച്ചു തരും. നിങ്ങളുടെ റാങ്കുകൾ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യമാക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന കാര്യം എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിനെയും ആത്മാവിനെയും സ്വീകരിക്കാത്ത ഒരു മനുഷ്യൻ എന്തോ പറഞ്ഞാലും ഒന്നും നടക്കാറില്ല, എന്തോ പ്രാർത്ഥിച്ചാലും ഒരു ചലനം ഉണ്ടാകാറില്ല. എന്നാൽ അഭിഷേകത്തിൻ്റെ നിറവിനകത്ത് നിൽക്കുന്ന നിങ്ങൾ എന്തു പറഞ്ഞാലും നടക്കാനുള്ള കാരണം, എന്തു പറഞ്ഞാലും നിങ്ങൾ സംസാരിക്കുന്നതിന് നിവർത്തിക്കുന്ന
ഒരു റാങ്ക്, ഒരു യൂണിഫോം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പത്തനംതിട്ടയിലൂടെ നടക്കുമ്പോൾ ലോകം മുഴുവൻ നിന്റെ വസ്ത്രത്തിന്റെ നിറം കാണും. നിങ്ങൾ ഈ നാട്ടിലൂടെ നടക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളുടെ മുഖത്തിന്റെ നിറം കാണും. നിങ്ങൾ ഈ നാട്ടിലൂടെ നടക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ആകൃതിയും കാണും. എന്നാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ഭരണം നടത്തുന്ന ഇരുട്ടിൻ്റെ സേന നിന്റെ മുകളിൽ കിടക്കുന്ന ആ അധികാരത്തിന്റെ പദവികൾ കാണും. കണ്ണ് തുറക്കുകയാണ് ഇന്ന്, സഭയുടെ കണ്ണ് തുറക്കുകയാണ്. നിങ്ങളുടെ മേൽ കിടക്കുന്നത് എന്തെന്ന് ഇന്ന് സഭ തിരിച്ചറിയുകയാണ്. ശുശ്രൂഷകർ തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം, അല്ലെങ്കിൽ അവൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, നിങ്ങളുടെ ദേഹത്ത് ഇത് കിടപ്പുണ്ട് എന്ന് നിങ്ങൾ അറിയരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? അറിയരുത്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, ഞങ്ങളുടെ അറിവുകളെ, തിരിച്ചറിവുകളെ ഇല്ലാതാക്കുകയാണ് അവൻ്റെ ഇഷ്ടം. ആമേൻ. ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പോലീസ് ഫോഴ്സിൽ SI ടെസ്റ്റ് എഴുതി അവന് സെലക്ഷനായി. അവൻ എന്തായി? ഒരു സബ് ഇൻസ്പെക്ടറായി. അവൻ യൂണിഫോമൊക്കെ ഇട്ട് നമ്മുടെ കവലയിൽ വന്നിറങ്ങുന്നു. ലോകത്തുള്ള എല്ലാവരും യൂണിഫോമിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ അറിയാതെ അവർ എഴുന്നേൽക്കും. കാരണം എന്താ? വന്ന് നിൽക്കുന്നത് ഒരു സബ് ഇൻസ്പെക്ടറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ യൂണിഫോം ഇട്ട് അവിടെ ഇറങ്ങുമ്പോൾ തനിക്ക് താനൊരു സബ് ഇൻസ്പെക്ടർ ആണ് എന്ന് പറയുന്ന ബോധ്യമില്ലെങ്കിലോ? ചിന്തിച്ചു നോക്കി. അദ്ദേഹത്തിന് മാത്രം അറിയത്തില്ല. അദ്ദേഹം അപ്പോഴും അവിടെ നിന്ന് ആരെയൊക്കെയോ ഭയക്കുകയാണ്. നിന്റെ മേൽ കിടക്കുന്ന ഈ യൂണിഫോമിൻ്റെ അധികാരം അറിയാതെ നീ ഇപ്പോഴും ആരെയൊക്കെയോ എന്തിനെയൊക്കെയോ ഭയപ്പെടണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് നീ എന്തായിരിക്കുന്നു എന്നും നിങ്ങളുടെ മേൽ എന്ത് തരത്തിലുള്ള അധികാരത്തിന്റെ മുദ്ര വീണിട്ടുണ്ടെന്നും നിങ്ങളുടെ മേൽ എന്ത് തരത്തിലുള്ള യൂണിഫോമാണ് കിടക്കുന്നതെന്നും തിരിച്ചറിയുന്നവർ നിങ്ങളെ ഭയപ്പെടുത്തുന്ന സകലത്തിന്റെയും നേരെ നെഞ്ചു വിരിച്ചു നിന്നിട്ട് പറയും, ഞാൻ നിന്റെ കൺട്രോളിന്റെ കീഴിലല്ല, നീ എന്റെ കൺട്രോളിന്റെ കീഴിലാണ്. അവർ സകലത്തെയും അവരുടെ അധികാരത്താൽ കീഴ്പ്പെടുത്തും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ കിടക്കുന്ന അധികാരത്താൽ ചിലതിനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് ആത്മാവ് പറയുകയാണ്. ഇന്നലെ വരെ നിന്റെ കുടുംബത്തെ പിടിച്ചടക്കിയ ചിലതില്ലേ, നിങ്ങളുടെ ജീവിതത്തെ കാർന്നു പിടിച്ച ചിലതില്ലേ, അതിനോട് ഇന്ന് പറയണം, നീ എന്റെ കൺട്രോളിന്റെ കീഴിലാണ്. നിങ്ങളുടെ വീട്ടിൽ എന്ത് സംഭവിക്കണമെന്ന്, നിന്റെ ഭാവിയിൽ എന്ത് സംഭവിക്കണമെന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് മന്ത്രവാദത്തിന്റെ ശക്തികളോ ആഭിചാരത്തിന്റെ ശക്തികളോ ഇരുട്ടിന്റെ ദുഷ്ടാത്മ സേനയോ അല്ല. അത് തീരുമാനിക്കുന്നത് അഭിഷേകത്തിന്റെ നിയോഗവും പുതപ്പും പ്രാപിച്ച അഭിഷേകത്തിന്റെ ഒരു വലിയ അധികാരം ചുമലിൽ വഹിക്കുന്ന നീ പറയണം. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകട്ടെ, ഇവരുടെ ഹൃദയങ്ങളിലും ആത്മാവിലും ശരീരങ്ങളിലും ബോധ്യമാകട്ടെ, പ്രകൃത്യാതീതമായ ഒരു പുതപ്പ്, പ്രകൃത്യാതീതമായ ഒരു അഭിഷേകത്തിന്റെ കവചം, പ്രകൃത്യാതീതമായ ഒരു അധികാരത്തിന്റെ മുദ്ര നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനാൽ ചാർത്തപ്പെട്ടിരിക്കുന്നു. Man vere khamani al khateni al khamana hadaras barhamana. Hallelujah, hallelujah. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ഞാൻ പറയുന്ന അന്യഭാഷ വെറും ജൽപ്പനമല്ല, ഞാൻ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം വെറും തോന്നലല്ല, അത് എൻ്റെ മേൽ കിടക്കുന്ന ഒരു വലിയ അധികാരത്തിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരാൾക്ക്
ആത്മാവിനാൽ പകരപ്പെടുന്ന അധികാരങ്ങളുണ്ട്. ആമേൻ. അധികാരങ്ങളുടെ യൂണിഫോമുകളുണ്ട്. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരു ട്രാഫിക് പോലീസുകാരൻ പാഞ്ഞെടുത്തു വരുന്ന വാഹനത്തെ നിയന്ത്രിക്കുന്നത്? അവന് ആ വാഹനത്തെ നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ട്. ആമേൻ പറഞ്ഞേ, മനസ്സിലായവർ മാത്രം. ഒരു ട്രാഫിക് പോലീസുകാരന് പാഞ്ഞു വരുന്ന വാഹനത്തെ നിയന്ത്രിക്കാനുള്ള എന്തുണ്ട്? ഉറക്കെ പറഞ്ഞില്ല, അധികാരമുണ്ട്, അതോറിറ്റി ഉണ്ട്. എന്നാൽ വാഹനത്തിൻ്റെ മുമ്പിൽ കാണിക്കുന്ന ഇതേ സ്റ്റോപ്പ് ബോർഡും കൊണ്ട് കലാപം നടക്കുന്നിടത്ത് ചെന്നൊരു ട്രാഫിക് പോലീസുകാരൻ നിടിച്ചു കാണിച്ചാൽ കലാപക്കാർ പിരിഞ്ഞു പോകില്ല. ഡീപ്പർ ആഴങ്ങളിലേക്ക് വരിക, നമുക്ക് സമയമില്ല. ഒരു ട്രാഫിക് പോലീസുകാരൻ റോഡിൽ നിന്ന് കൈ കാണിച്ചാൽ വണ്ടി നിർത്തും. എന്നാൽ അവൻ ഒരു കലാപം നടക്കുന്നിടത്ത് ഒന്ന് കൈ കാണിച്ചാൽ അവർ നിർത്തുകയില്ല. അവൻ അധികാരമില്ലാത്തതുകൊണ്ടാണോ? അല്ല. ആമേൻ. അവൻ്റെ മേൽ യൂണിഫോം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. എന്നാൽ ഒരു കലാപം നടക്കുന്നിടത്ത് 3 സ്റ്റാറുകളുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടറോ IGO വന്നിറങ്ങിയാൽ ആ കലാപക്കാരെല്ലാം ആയുധങ്ങൾ താഴെ വെക്കും. അതിനർത്ഥം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആത്മാവിനെ പ്രാപിക്കുകയും ചെയ്ത എല്ലാവരുടെ മേലും അധികാരത്തിൻ്റെ ഒരു യൂണിഫോം വീണിട്ടുണ്ടെങ്കിലും ചിലർക്ക് മാത്രമായി ചില പ്രത്യേക അധികാരത്തിൻ്റെ പോസ്റ്റുകളെ ദൈവാത്മാവ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പരിശുദ്ധാത്മാവിൽ ഈ സഭയെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങളുടെ മേൽ പുതിയൊരു പൊസിഷൻ വരട്ടെ, നിങ്ങളുടെ അധികാരത്തിനകത്ത് പ്രമോഷൻ ഉണ്ടാകട്ടെ, നിങ്ങളുടെ അദൃശ്യമായ കവചത്തിന്റെ മേൽ പുതിയത് ചിലതിപ്പോൾ ആഡ് ഓൺ ചെയ്യപ്പെടട്ടെ, അറ്റാച്ച് ചെയ്യപ്പെടട്ടെ. നൗ അറ്റാച്ച് ചെയ്യപ്പെടുകയാണ്, കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഇന്നലെ വരെ പനി മാത്രമേ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുള്ളായിരുന്നു എങ്കിൽ ഇതാ ഈ അധികാരം നിന്റെ മേൽ ഇന്ന് രാത്രി അറ്റാച്ച് ചെയ്യപ്പെടുമ്പോൾ നീ നടന്നു പോകുന്ന വഴിയരികളിൽ ഊമനും കുടിരനും കാണത്തക്കവണ്ണമുള്ളൊരു അധികാരത്തെ, പ്രമോഷൻ, അപ്ഡേഷൻ സംഭവിക്കട്ടെ. വാ 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 ആരാ ദൂതിനെ പിടിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചുമലുകളിൽ ചില പുതിയ അധികാരത്തിന്റെ മുദ്രകളെ ഈ രാത്രി പതിപ്പിക്കുകയാണ്. അത് തിരിച്ചറിയുന്നവർ പിടിച്ചോ. ചിലരുടെ മേൽ അല്ലല്ല, ഇതിനകത്തിരിക്കുന്ന അനേകം പേരുടെ മേൽ അഭിഷേകത്തിന്റെ പുതിയ മുദ്രകൾ, അധികാരത്തിന്റെ പുതിയ റാങ്കിങ്ങുകൾ യേശുവിൻ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ഇന്നലെ വരെ ഓപ്പറേറ്റ് ചെയ്ത റെലവല്ല, അതിന്റെ മുകളിലേക്ക് ചിലതിലേക്ക് പരിശുദ്ധാത്മാവ് പ്രൊമോട്ട് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, നീ എന്നോട് പറഞ്ഞത് ഞാനിതാ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ നീ ഇതിന്റെ അധികാരത്തിന്റെ മുദ്രകളെ പതിപ്പിക്കുക. Come on. അൺയൂഷ്വലായത് Oh Holy Spirit. Oh Holy Spirit. Yes. ഒരു കോൺസ്റ്റബിൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളല്ല ഒരു സബ് ഇൻസ്പെക്ടർ കൈകാര്യം ചെയ്യുന്നത്. ഒരു സബ് ഇൻസ്പെക്ടർ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളല്ല ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കൈകാര്യം ചെയ്യുന്നത്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കൈകാര്യം ചെയ്യുന്ന റാങ്കിങ്ങിലല്ല
ഒരു DGPയോ IG കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവരെല്ലാം ധരിച്ചിരിക്കുന്ന വസ്ത്രം കാക്കിയ, ഇവരുടെ എല്ലാം ദേഹത്തെടുക്കുന്ന യൂണിഫോമിൻ്റെ ഷെയ്ഡ് കാക്കി നിറവ. ഇവരെല്ലാവരുടെ മേലും കിടക്കുന്ന പേര് പോലീസ് എന്നാ. ഓ ആമേൻ. ഇവരെല്ലാവരും ഒരേ ഫോഴ്സിലെ അംഗങ്ങളാ, പക്ഷേ റാങ്കിങ്ങിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. എലോഹീമിനകത്തിരിക്കുന്ന എല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരാ. എല്ലാവരുടെ മേലും അധികാരത്തിൻ്റെ ഒരു പുതപ്പ് കിടപ്പുണ്ട്, ഒരു ആവരണം കിടപ്പുണ്ട്, ഒരു യൂണിഫോം കിടപ്പുണ്ട്. എന്നാൽ ചിലരുടെ മേൽ മാത്രമായി ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെങ്ങനെ അറിയുന്നേ? ഒരു കോൺസ്റ്റബിളും ഒരു സബ് ഇൻസ്പെക്ടറും ഒരു സർക്കിൾ ഇൻസ്പെക്ടറും വന്ന് നിൽക്കുമ്പോൾ 3 പേരും കാക്കിയായിട്ടേക്കുന്നേ. എങ്ങനെ പാസ്റ്റേ അറിയുന്നേ ഇതിലാരാണെന്ന്? മുദ്രകളുണ്ട്. ചുമലിലും നെഞ്ചിലും തൊപ്പിയിലുമായി പ്രത്യേക തരത്തിലുള്ള മുദ്രകൾ. ദുരാത്മാക്കളുടെ മണ്ഡലങ്ങൾ അദൃശ്യ ലോകത്ത് നിന്ന് നമ്മെ കാണുമ്പോൾ നമ്മുടെ ദേഹത്ത് കാക്കിയുണ്ട്. നാം കാണുന്നില്ലെങ്കിലും നമ്മുടെ മേലുള്ള ഈ മുദ്രകളെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരുവനേ ഉള്ളൂ, അവൻ്റെ പേര് സാത്താനെന്നാ. നീ പ്രമോഷൻ പ്രാപിച്ചോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, പക്ഷേ നിന്റെ മേൽ പ്രമോഷൻ വന്നോ ഇല്ലയോ എന്ന് വളരെ ശ്രദ്ധയോടെ നോക്കുന്നത് അവനാ. എന്താ അങ്ങനെ ശ്രദ്ധയോടെ നോക്കാൻ കാരണം? നിന്റെ അധികാരത്തിൻ്റെ റേഞ്ച് മാറുമ്പോൾ, നിന്റെ മേൽ കിടക്കുന്ന ഈ അധികാരത്തിൻ്റെ റാങ്കിങ് ഉയരുമ്പോൾ നീ അത്രത്തോളം അപകടകാരിയാകും. നീ അത്രത്തോളം സ്വാധീനമുള്ളവനായി മാറും. നിങ്ങൾ അത്രത്തോളം ഉയർന്ന തലങ്ങളെ കൈകാര്യം ചെയ്യുന്നവരായി മാറും. ആരാധിക്കുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്ന തലത്തിൽ നിന്ന് പത്തനംതിട്ടയിലെ ആത്മമണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് ആത്മാവ് നിങ്ങളെ ഉയർത്തും. പ്രവചനം പറയുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്ന തലത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ വലിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയേണ്ടതിന് ആത്മതലങ്ങളിലേക്ക് കയറുന്ന അളവിൽ പരിശുദ്ധാത്മാവ് നിന്റെ റാങ്കിങ്ങുകളെ അപ്ഡേറ്റ് ചെയ്യും. ഈ രാത്രിയിൽ ഞാൻ ആത്മാവിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലാകട്ടെ ഈ സഭയ്ക്കുള്ളിലാകട്ടെ, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു റാങ്കിങ് റിലീസ് ആകട്ടെ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ആത്മാവ് ഒന്നാ. എന്താണ്? ആത്മാവ് ഒന്നാ, പക്ഷേ വരങ്ങളിൽ വ്യത്യാസമുണ്ട്. അഭിഷേകം ഒന്നാണ്, ആത്മ പകർച്ച ഒന്നാണ്, പക്ഷേ അധികാരത്തിന്റെ ശ്രേണികളിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ചിലർ പറയുമ്പോൾ ദുരാത്മാക്കൾ അനുസരിക്കുന്നു, ചിലർ പറയുമ്പോൾ ലോകങ്ങൾ കീഴ്പ്പെടുന്നു, ചിലർ പറയുമ്പോൾ കാറ്റും കടലും വരെ അതിനെ അനുസരിക്കുന്നു. ചിലരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ ആകാശ മണ്ഡലങ്ങൾ അനുസരിക്കുന്നു. കാരണം അവൻ്റെ റാങ്കിങ് അങ്ങനെയാ. എനിക്കറിയത്തില്ല, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ റാങ്കിങ്ങുകളെ ഈ ദിവസങ്ങളിൽ കർത്താവ് റിലീസ് ചെയ്യട്ടെ. നിങ്ങൾ ഇന്ന് വരെ അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. എനിക്ക് മുട്ടുവേദന മാറ്റിയാൽ പോരാ, എനിക്ക് തലവേദന മാറ്റിയാൽ പോരാ, എനിക്ക് മുടന്തന നടത്തിയാൽ പോരാ, 4 ദിവസമായതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയേണ്ടതിന് ഏത് ലഗിയോൻ ബാധിച്ചതിനെയും ഒരൊറ്റ വാക്കുകൊണ്ട് വിടുവിച്ചു മാറ്റാൻ, കുരുട്ട് കണ്ണുകളെ തുറക്കാൻ, കടഞ്ഞുപോയ കാതുകളെ തുറക്കാൻ, മനോരോഗികളെ സൗഖ്യമാക്കാൻ, ചങ്ങല കിട്ടിരിക്കുന്നതിനെ അഴിച്ചുവിടാൻ എൻ്റെ മേൽ അങ്ങേയറ്റത്തെ ഉയർന്ന അധികാരത്തെ ആരാ ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നത് ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ആ ഹയർ അതോറിറ്റി റിലീസ് ആകുന്നു. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, അതിനെ സ്വീകരിച്ചോ. Yes, 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 yes. Higher ranking, higher ranking, higher ranking. മാറട്ടെ,
നിന്റെ റാങ്കിങ് മാറട്ടെ. അഭിഷേകത്തിനകത്തുള്ള നിന്റെ റാങ്കിങ് മാറട്ടെ. ആത്മപകർച്ചയ്ക്കകത്തുള്ള നിന്റെ റാങ്ക് മാറട്ടെ. ആത്മാവ് ചില നക്ഷത്രങ്ങളെയും ദാവീദിന്റെ മുദ്രകളെയും നിന്റെ ശിരസിന്റെ മേലും നിന്റെ ചുമലിലുമായി ഇന്ന് രാത്രി കൊണ്ടുവന്ന് പതിപ്പിക്കട്ടെ. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് അതെന്റെ മേൽ പതിയുക എന്ന് പറയുന്ന മിനിറ്റിൽ തന്നെ അത് നിങ്ങളുടെ കൂടെ അറ്റാച്ച്ഡ് ആകുകയാണ്. യെസ്, യെസ്. അങ്ങനെ നിങ്ങളുടെ മേലുള്ള റാങ്കിങ് ഉയർന്നു കഴിയുമ്പോൾ, നിങ്ങളുടെ മേലുള്ള റാങ്കിങ് ഉയർന്നു കഴിയുമ്പോൾ എൻ്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യും. ഇത് മാറിയെന്ന് എങ്ങനെ എനിക്ക് അറിയാൻ പറ്റുന്നേ? നിന്റെ ലൈഫിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരും. ഇന്നലെ വരെ 15 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന നിനക്കിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാലും പ്രാർത്ഥന നിർത്താൻ പറ്റുന്നില്ല. ഇന്നലെ വരെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയങ്ങൾക്ക് മറുപടിയോ ഒരു പ്രത്യക്ഷമായ അടയാളമോ കാണാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ ഇപ്പോൾ നീ പറയുന്നതെല്ലാം അക്ഷരം പ്രതി നടക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ കൂടെ ആരാ ഉള്ളേ? എൻ്റെ കൂടെ ആരാ ഉള്ളേ? ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന, അഭിഷേകത്തെ വഹിക്കുന്ന ജീവിതം പിച്ചുമ്പേയും പറഞ്ഞു നടക്കുന്നതല്ല. നീ പറഞ്ഞാൽ ആകാശങ്ങൾ അടയും, നീ പറഞ്ഞാൽ മഞ്ഞും മഴയും അടയും, അതേ നീ പറഞ്ഞാൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടും,
നീ പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ചിലത് ഉയർത്തു വരും. നീ പറഞ്ഞാൽ കാറ്റും കടലും നിന്നെ അനുസരിക്കും. നീ പറഞ്ഞാൽ പടകിനകത്തേക്ക് മീൻകൂട്ടം കയറി വരും. നീ വിളിച്ചാൽ സമ്പത്ത് നിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. നീ വിളിച്ചാൽ വേദികൾ നിന്റെ അടുക്കലേക്ക് വരും. നീ വിളിച്ചാൽ ഇരുട്ടിന്റെ ആത്മാക്കൾ നിന്റെ അടുക്കൽ വിറച്ചുകൊണ്ടുവരും. അതുപോലെ ഒരു അധികാരത്തെയാണ് ഈ രാത്രി അന്തരീക്ഷത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശുശ്രൂഷകളിൽ ആഡ് ചെയ്യുന്നത്. എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നത് ഇതിനകത്തിരിക്കുന്ന അനേകരെ കർത്താവ് അടുത്തൊരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസിലേക്ക് നടത്തുകയാണ്. ഇന്നലെ വരെ ഇത് കൈയടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മാർഗമായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് നീ സൂപ്പർ നാച്ചുറൽ കാണാൻ പോവുകയാണ്. ഓഹോ, ആ വീടിനകത്ത് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസുകൾ ഉണ്ടാകുകയാണ്. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. അപ്പോൾ ഒരുവന്റെ മേൽ അഭിഷേകം വീണാൽ അധികാരം വരും. ആ അധികാരത്തിന് ഒരാവരണമുണ്ട്, ഒരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോമിൻ്റെ മുകളിൽ പതിപ്പിച്ചിരിക്കുന്ന മുദ്രകളും അടയാളങ്ങളും നിങ്ങളുടെ റാങ്കിങ്ങുകളെ തെളിയിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ കിടന്ന ഈ യൂണിഫോം കണ്ടപ്പോഴാണ് ഭൂതം അസ്വസ്ഥനായത്. അല്ലാതെ അവൻ്റെ ആകൃതി കണ്ടിട്ടല്ല, അവനെ കണ്ടിട്ടല്ല. അവൻ്റെ മേത്ത് കഴിഞ്ഞ 30 വർഷമായി ഇല്ലാതിരുന്ന ഒരു അധികാരത്തിൻ്റെ ആവരണം ഇതാ കഫർനഹൂമിൽ ഇപ്പോൾ അവൻ വന്നപ്പോൾ ഉണ്ട്. ഭൂതം സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് വെറും ഒരു ആവരണം മാത്രമല്ല, ഇവരെ നശിപ്പിക്കുവാൻ തക്ക. അതുകൊണ്ടാണ് അവർ നിലവിളിച്ച് ചോദിച്ചത്, നീ എന്തിനാ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നത്? ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് ആത്മമണ്ഡലങ്ങളിൽ ചില നിലവിളികൾ ഉയരുകയാണ്. ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ മേൽ അങ്ങനെ ചില അധികാരങ്ങൾ അറ്റാച്ച് ചെയ്യപ്പെടുമ്പോൾ ഈ നാട്ടിലെ പല ദുർഭൂതങ്ങളും അലറിക്കൊണ്ട് ചോദിക്കും, നീ അന്ന് എന്തിനാ എലോഹിമി പോയത്? നീ എന്തിനാ വചനം കേട്ടത്? നീ എന്തിനാ യോർദാന്റെ കരയിൽ യേശുവിന്റെ മേൽ വന്നതുപോലെ ആ പകർച്ച പിടിച്ചെടുത്തത്? നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുവാണോ? നീ ഞങ്ങളുടെ ഉറവിടങ്ങളെ തകർക്കാൻ വന്നിരിക്കുകയാണോ? നീ ഞങ്ങളുടെ ഇരിപ്പിടങ്ങളെ ഇളക്കാൻ വന്നിരിക്കുകയാണോ? ഞാൻ ഈ പറയുന്ന ഈ ആത്മീയ രഹസ്യങ്ങൾ ആരുടെയൊക്കെ തലച്ചോറിനകത്തോട്ട് കയറുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിനകത്തിരിക്കുന്ന ഒരാൾക്കെങ്കിലും ഇന്ന് രാത്രി അങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസിലേക്ക് കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവൻ മനുഷ്യൻ്റെ ഉള്ളിലിരുന്ന ഭൂതം കാണുന്നത് യേശുവിൻ്റെ മേൽ കിടക്കുന്ന ഈ പുതിയ അധികാരത്തിൻ്റെ യൂണിഫോമിനെയാണ്. ആമേൻ. കണ്ടുടനെ മനുഷ്യൻ്റെ ശരീരത്തിനകത്തും മറഞ്ഞിരിക്കുന്ന, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആ ഭൂതം, അശുദ്ധ ഭൂതം എന്ന് ലൂക്കോസ് എഴുതിയിരിക്കുന്നു. ആ ഭൂതം ആ മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളിലും വന്ന് നിറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം. ഭൂതത്തെ കാണാൻ കഴിയില്ല, കാരണം അതിന് അസ്ഥിയും മജ്ജയും മാംസവും രൂപവുമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇവർ മലിനമാക്കപ്പെട്ട ഒരു വായു പോലെ, ഒരു ശ്വാസം പോലെ ഉള്ളവരാണ്. എന്നാൽ ഇവർക്ക് മനുഷ്യൻ്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ഉപയോഗിക്കാൻ കഴിയും. തെളിയിക്കാം. ഭൂതം അവൻ്റെ ഉള്ളിലല്ലേ? ആരും മിണ്ടുന്നില്ലല്ലോ. ഭൂതം അവൻ്റെ ഉള്ളിലല്ലേ? ഉള്ളിലുള്ള ഏതോ ഒരു ഭാഗത്ത് അവൻ മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ യേശുവിനെ കണ്ട മാത്രയിൽ ഈ ഭൂതത്തിന് അവൻ്റെ മുഴുവൻ ശരീരത്തെയും നിയന്ത്രിക്കുവാനുള്ള
കഴിവും അനുവാദവും ഉണ്ടായിരുന്നു. അവൻ ആദ്യം ശരീരത്തിൽ നിറഞ്ഞു, എന്നിട്ട് ആ മനുഷ്യൻ്റെ വായയെ നിറച്ചു. ഇപ്പോൾ സംസാരിക്കുന്നത് ആ മനുഷ്യനല്ല, മനുഷ്യൻ്റെ നാവിൻ്റെ നിയന്ത്രണം ആ ഭൂതത്തിൻ്റെ കൺട്രോളിലാണ്. ഓ, മനസ്സിലാക്കിയേ? ഇപ്പോൾ കേൾക്കുന്നത് ആ മനുഷ്യനല്ല, അവൻ്റെ കേൾവി ശക്തിയെ നിയന്ത്രിക്കുന്നത് ആ ഭൂതമാണ്. ഇപ്പോൾ ആ കൈ ഉയർത്തുന്നത്, ആ എഴുന്നേറ്റ് നിൽക്കുന്നത്, ആ കാറുന്ന മനുഷ്യൻ്റെ നിയന്ത്രണം അവൻ്റേതല്ല, അവൻ്റെ സ്വബോധ മനസ്സിൻ്റേതല്ല. അവനെ ഇപ്പോൾ ഭൂതം നിയന്ത്രിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടനെ യേശു അതിനോട് അവനെ വിട്ടുപോകാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. ഉടനെ അത് വിട്ടുപോയി. അപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും അന്യോന്യം ചോദിക്കുകയാണ്, ഇങ്ങനൊരു കാര്യം ഞങ്ങൾ ഇന്നു വരെ കണ്ടിട്ടില്ലല്ലോ. എന്ത് കണ്ടിട്ടില്ല? ഒരുവൻ്റെ മേൽ ഭൂതം ഇളകുന്നതും കണ്ടിട്ടില്ല, ഭൂതം ഒരുവൻ്റെ ശരീരത്തെ ഉപയോഗിക്കുന്നതും കണ്ടിട്ടില്ല, തൊടാതെ അടിക്കാതെ ചൂരലെടുക്കാതെ ഒരൊറ്റ വാക്കുകൊണ്ട് അവൻ്റെ മേൽ നിന്ന് ഭൂതം ഇളകിപ്പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ശാസ്ത്രിമാർ പറഞ്ഞു, നമുക്ക് പരിശോധിക്കാം, ഇത് ദൈവികമാണോ, ഇത് വചനത്തിലുണ്ടോ, ഇത് നമ്മുടെ പിതാക്കന്മാർ ചെയ്തിട്ടുണ്ടോ? അവർ പരിശോധിക്കാൻ തുടങ്ങി. മോശ ചെങ്കടലിനെ കീറിയിട്ടുണ്ട്, പക്ഷെ ഭൂതത്തെ പുറത്താക്കിയിട്ടില്ല. ആരും മിണ്ടിയില്ല. യോശുവ കനാൻ നാടിനെ വിഭാഗിച്ചിട്ടുണ്ട്, പക്ഷേ ഒരുത്തൻ്റെ ഉള്ളിലിരുന്ന ഭൂതത്തെ അവൻ പുറത്താക്കിയിട്ടില്ല. പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്, പക്ഷെ ഒരുവൻ്റെ ഉള്ളിലിരുന്ന ഭൂതത്തെ പുറത്താക്കിയിട്ടില്ല. പിന്നീട് അങ്ങോട്ട് വന്ന ന്യായാധിപന്മാരാകട്ടെ, രാജാക്കന്മാരാകട്ടെ, രാജ്യം ഭരിച്ചിട്ടുണ്ട്, വലിയ ബിൽഡിംഗ് പണിതിട്ടുണ്ട്, പക്ഷേ ഒരുവൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ദുർഭൂതത്തെ അവർക്ക് പുറത്താക്കിയിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖിയുടെ പ്രവാചകന്റെ കാലം വരെ മറഞ്ഞിരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ പുതപ്പുള്ളവൻ മുമ്പിലേക്ക് കയറി വന്നപ്പോൾ അവനെ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കി. ശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാം വേദപുസ്തകത്തിൽ തിരയുക. ഇങ്ങനൊരു മിനിസ്ട്രി, ഇങ്ങനൊരു ശുശ്രൂഷ ഇതിനൊന്നും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരും ചെയ്തിട്ടില്ല. കർത്താവ് ഇന്ന് രാത്രി നിന്നെ ഈ കസേരയെ കൊണ്ടിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരോ ചെയ്തത്, ആദിമ നൂറ്റാണ്ടിൽ ആരോ ചെയ്തത്, ഇന്നലകളിൽ ആരുടെയൊക്കെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടതിനെ വെളിപ്പെടുത്താനോ അത് ചെയ്യാനോ അല്ല. ആരും ചെയ്തിട്ടില്ലാത്തത് ചെയ്യാൻ, ആർക്കും ആത്മാവ് കൊടുത്തിട്ടില്ലാത്തത് നിനക്ക് തരാൻ, ഒരു ദൈവിക ശുശ്രൂഷകന്മാരുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ലാത്തത് ഇന്ന് രാത്രി നിന്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ്. എനിക്കറിയത്തില്ല ആരാ ആത്മാവിനോട് പ്രതികരിക്കുന്നതെന്ന്. അങ്ങനെ പ്രതികരിക്കുന്നവരുടെ മേൽ കേരളം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത പുതിയ തരത്തിലുള്ള ശുശ്രൂഷകളെ ഇപ്പോൾ ആത്മാവ് റിലീസ് ചെയ്യുകയാണ്. ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത പുതിയ ചില ശുശ്രൂഷകളെ, പുതിയ ചില അധികാരത്തിന്റെ പ്രയോജനപ്പെടുന്ന മേഖലകളെ ഇന്ന് ദൈവാത്മാവ് അതിനോട് പ്രതികരിക്കുന്നവരുടെ മേൽ പകരുന്നു. പിടിച്ചോതിനെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നത് ചിലരുടെ കൈകളിൽ എന്തോ നിക്ഷേപങ്ങൾ ഏൽപ്പിക്കുന്നത് പോലെ, ഏതൊക്കെയോ ചില അധികാരത്തിന്റെ ദണ്ഡുകൾ പിടിപ്പിക്കുന്നത് പോലെ നിന്റെ കയ്യിൽ നിന്നെ വിശ്വസ്തനെണ്ണി ആത്മാവ് ഈ രാത്രി അതിനെ പകരുകയാണ്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും പുതിയത് ചിലത് ആത്മാവ് ഈ മിനിറ്റിൽ പകരട്ടെ. Yes, I release that impartation now. I releasing that anointing now. Shabarakatala bahaya. Yes. സ്വീകരിച്ചോ, പിടിച്ചോ അതിനെ. നിങ്ങളുടെ ഉള്ളിലേക്ക് ആത്മാവ് അത് ഡെപ്പോസിറ്റ് ചെയ്ത് തരികയാണ്.
കാതറിൻ ഗുൾമാൻ ചെയ്തതല്ല നീ ചെയ്യാൻ പോകുന്നത്. ഒരാൾക്കും കൊടുത്തിട്ടില്ലാത്തത് കർത്താവ് നിന്റെ കൈ തരികയാണ്. TB ജോഷുവ ചെയ്തതല്ല അഭിഷേകത്തിനെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. യൂണിക്കായിട്ടുള്ള ചിലത്, ആരും തൊട്ടിട്ടില്ലാത്ത മേഖല, ആരും ചെയ്തിട്ടില്ലാത്ത ചില സ്പെഷ്യാലിറ്റികളുള്ള അഭിഷേകത്തെ ഇന്ന് നിന്റെ മേൽ കർത്താവ് തുറക്കുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് എന്നെ കാണിക്കുന്നത് അണക്കെട്ട് പൊട്ടുന്നത് പോലെ ഈ സഭയിൽ ഇരിക്കുന്ന നിങ്ങളുടെ മേൽ ശുശ്രൂഷകളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ടിനെ പരിശുദ്ധാത്മാവ് കെട്ടഴിച്ചു വിടുകയാണ്. ആ ഒഴുക്ക് നിന്റെ മേൽ വീണാൽ, ആ പകർച്ച നിന്റെ ശിരസിൽ വീണാൽ, നീ ആള് മാറിയവനാകുകയും രാജ്യങ്ങൾ നിന്നെ അന്വേഷിക്കുകയും ചെയ്യുന്ന അളവിൽ Menele brekeni orosini anteli brahasa nebe bereka toloma nariba tanasa telada bahaya. Yes, yeah, bake baru bribata mantelene rovi amtereka. Yes. പട്ടണങ്ങളെ കുലുക്കുന്ന, പട്ടണങ്ങളെ കീഴ്മേൽ മറിക്കുന്ന, ആധിപത്യങ്ങളുടെ അരിവേരുകളെ പറിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പുതിയ അധികാരത്തെ കർത്താവ് നിങ്ങളുടെ മേൽ വെക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആർക്കും ദൈവം കൊടുത്തിട്ടില്ലാത്തത് പലതും, കഴിഞ്ഞ തലമുറയിൽ ആരും ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത ചിലത്, ഇതൊക്കെ ഇനിയും ചെയ്യാൻ പറ്റുമോ പാസ്റ്റേ? അന്നൊക്കെ അത് നടന്നിരുന്നു, പക്ഷെ അത് ഇന്ന് നടക്കുമോ? അന്ന് അങ്ങനെ പ്രവചിച്ചിരുന്നു, അത് ഇന്ന് പ്രവചിക്കാൻ പറ്റുമോ? അന്ന് അവർ ദുരാത്മാക്കളെ പുറത്താക്കിയിരുന്നു, ഇന്ന് പറ്റുമോ? പറ്റും. നിന്നാൽ, നിന്റെ മേൽ വീഴുന്ന പുതിയ അഭിഷേകത്താൽ, നിന്റെ മേൽ പകരപ്പെടുന്ന പുതിയ അധികാരത്തിന്റെ ദണ്ഡിനാൽ നീ ചിലതിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഞാനിപ്പോൾ പ്രവചിക്കുന്നു, ആശുപത്രികളെ കാലിയാക്കുന്ന, ബെഡുകളെ കാലിയാക്കുന്ന അസാധാരണമായ ഹീലിംഗിന്റെ ഒരു പകർച്ച ഇന്ന് ഈ ആത്മമണ്ഡലത്തിൽ ഇതിനകത്ത് ഒഴുകുന്നുണ്ട്. ഞാനത് കാണുന്നത് നീല നിറമുള്ളൊരു നദി പോലെ, നീല നിറമുള്ളൊരു എണ്ണ പോലെ ആ ഹീലിംഗ് അനോയിന്റിംഗ് ഇപ്പോൾ ഇതിനകത്ത് ചിലരുടെ മേൽ ഒഴിക്കപ്പെടട്ടെ. നിന്റെ കയ്യാൽ മാരക രോഗങ്ങൾ സൗഖ്യമാകുന്നത് കാണാൻ തയ്യാറാകുക. നിങ്ങളുടെ കൈവപ്പിനാൽ മുടന്തർ നടക്കുന്നത് കാണാൻ തയ്യാറാകുക. നിങ്ങൾ തൊടുമ്പോൾ സ്കിൻ ഡിസീസുകൾ മാറുന്നത് കാണാൻ തയ്യാറാകുക. നീ തൊടുമ്പോൾ ഇല്ലാത്തത് ഉള്ളതുപോലെ സൃഷ്ടിക്കപ്പെടുന്നത് കാണാൻ തയ്യാറാകുക. Now I wish the creative anointing upon this church. Yes. Was lebrahata la beherori antala bahaya. Bel brata verbela brahada man berela thura bahata rasbarata. Yes Lord. ന്യായപ്രമാണത്തിൽ ഒരു അഭിഷിക്തന്മാരും ഇത് ചെയ്തിട്ടില്ല. ന്യായപ്രമാണത്തിൽ ഒരു വിശുദ്ധരും ഇത് ചെയ്തിട്ടില്ല. ന്യായപ്രമാണത്തിൽ ഒരു ശക്തനായ ദൈവപുരുഷന്മാർക്കും ഇത് ചെയ്യാൻ ദൈവം അനുവാദവും കൊടുത്തില്ല, ഇത് വെളിപ്പെട്ട് വന്നിട്ടില്ല. എന്നാൽ കർത്താവ് വന്നപ്പോൾ
മറഞ്ഞിരിക്കുന്നവൻ വെളിപ്പെട്ടു. ഇത് ഒന്നാമത്തെ ചരിത്രമാണ്. എന്നിട്ട് അടുത്തൊരു വാക്യം കൂടി ഞാൻ നിങ്ങളുടെ മേൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം തന്നെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 40 41 വാക്യം കൂടി പെട്ടെന്നൊന്ന് വായിച്ചോ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ. ഇത് പകല് നടക്കുന്ന കാര്യമായിരുന്നു. പള്ളിയിൽ, കഫർന്നഹൂമിലെ പള്ളിയിൽ പകല് നടന്ന കാര്യമാണ്. ഇനി രാത്രിയായപ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ. നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ. ഒന്ന് പറഞ്ഞേ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ ദീനക്കാരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തന്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. വാക്യം 41. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. പകൽ 40 ദിവസ ഉപവാസത്തിന് ശേഷം ഗലീലയിലേക്ക് വരുന്നു. കഫർന്നഹൂമിലെ പള്ളിക്കകത്ത് കയറുന്നു. പള്ളിക്കകത്തിരിക്കുന്ന ഭൂതം വെളിയിൽ പോകുന്നു. വൈകുന്നേരത്ത് നാനാവ്യാധികളാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. അതാണ് അവൻ, ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ.
ഈ കുഞ്ഞു പ്രായം മുതൽ പടകും വള്ളവും അറിയാവുന്നവനാണ്. 5 വർഷം മീൻ പിടിച്ചാൽ മതി അവന് നല്ലൊരു വീട് പണിയാം. പക്ഷേ ഈ 30-40 വയസ്സായിട്ടും ഒരു കറിക്കുള്ള മീൻ പോലും സമ്പാദിക്കാൻ കഴിയാതെ പത്രോസും അന്ത്രയോസും ദരിദ്രനായി തിബര്യാസിന്റെ കരയിൽ നിൽപ്പുണ്ടെങ്കിൽ അത് നിന്റെ അധ്വാനത്തിന്റെ കുറവല്ല. നിന്റെ അധ്വാനത്തെ കാർന്ന് തിന്നുന്നത് എന്തോ ഒന്ന് നിന്റെ അകത്തിരിപ്പുണ്ട്, നിന്റെ വീടിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. 12 വർഷമായി ഏറ്റവും ഉയർന്ന വൈദ്യശാലകളിൽ പോയി ഏറ്റവും ഉയർന്ന വൈദ്യന്മാരെ കണ്ടു. കഴിക്കാൻ ഇനി മരുന്നുകളില്ല. മരുന്ന് കഴിച്ചിട്ടും എൻ്റെ രക്തസ്രാവം മാറുന്നില്ലെങ്കിൽ അത് രോഗമല്ല, നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ഒരു ദുരാത്മാവാണ്. ഓ, പിടികിട്ടട്ടെ പിടികിട്ടട്ടെ പിടികിട്ടട്ടെ. ആ മർമ്മം എന്ന് നിങ്ങളുടെ മേൽ തുറന്നു വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മനുഷ്യരുടെ കണ്ണുകളിൽ അന്ധതയായും കർണപടങ്ങളിൽ ബധിരതയായും കണ്ഠനാളങ്ങളിൽ ഊമത്വമായും വന്ധ്യതയായും കുഷ്ഠമായും ശാപമായും രോഗമായും പാപമായും ദാരിദ്ര്യമായും ഒക്കെ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ഭൂതങ്ങളുടെയും ഇരുട്ടിൻ്റെയും ഒരു മണ്ഡലമുണ്ടായിരുന്നു യേശുവിൻ്റെ വരവിന് മുമ്പ് വരെ. ആമേൻ ആമേൻ. കർത്താവ് അഭിഷേകത്തിൻ്റെ കവചവുമായി കയറി വന്നപ്പോൾ, അവൻ അഭിഷേകവുമായി ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആദ്യം വെളിപ്പെടുത്തിയത് മറഞ്ഞിരിക്കുന്നവനെയാണ്. പിടികിട്ടുന്നില്ല. അവൻ ആദ്യം കാണിച്ചു തന്നത് മറഞ്ഞിരിക്കുന്നതിനെയാണ്. ഹല്ലേലൂയ. അവൻ പള്ളിക്കകത്ത് വന്നപ്പോൾ മറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ടു. രോഗികൾ അടുക്കിലേക്ക് വന്നപ്പോൾ മറഞ്ഞിരുന്നത് വെളിപ്പെട്ടു. അവൻ ഊമനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഊമനാക്കിയ ഭൂതത്തെ ഞാൻ പുറത്താക്കുന്നു. ഭൂതം വെളിയിൽ പോയതും അവൻ സംസാരിക്കാൻ തുടങ്ങി. ചന്ദ്രരോഗം ബാധിച്ച പെൺകുട്ടി അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവളുടെ മേൽ നിന്ന് ഭൂതത്തെ പുറത്താക്കി. അപ്പോൾ അവൾ സൗഖ്യമാകാൻ തുടങ്ങി. ഓ, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു എവിടൊക്കെ ചെന്നിട്ടുണ്ടോ അവിടൊക്കെ അവൻ ദുരാത്മാക്കളെ പുറത്താക്കാൻ തുടങ്ങി. അങ്ങനെ ശിഷ്യന്മാർ അടുക്കൽ വന്നിട്ട്, കർത്താവ്, ഈ കാണുന്ന പരിപാടി എന്തുവാ? ഈ കാണുന്ന പ്രത്യേക സിദ്ധി എന്തുവാ? അപ്പൊ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂതങ്ങൾ പുറത്തു പോകുന്നത് കാണുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ നടുവിലുണ്ട്, സ്പഷ്ടം. ആമേൻ ആമേൻ. അപ്പൊ യേശുവിൻ്റെ കാലം വരെ ആർക്കും അറിയാത്തൊരു രഹസ്യം ഉണ്ടായിരുന്നു. എന്താ രഹസ്യം എന്നറിയാമോ? മനുഷ്യരുടെ വീഴ്ചകൾക്ക് കാരണം അവരുടെ തന്നെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഭൂതങ്ങളാണ്. ഞാൻ വേദനയോടെ തുറന്നു പറയുന്നു, കേരളത്തിലെ ഒരു വലിയ കൂട്ടം അഭിഷിക്തന്മാരെ തകർത്തത് മറഞ്ഞിരുന്ന പലതുമാണ്. കേരളത്തിലെ ഒരു കൂട്ടം ശുശ്രൂഷകളെ തകർത്തത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില വ്യാപാരങ്ങളായിരുന്നു. കേരളത്തിലെ ഒരു കൂട്ടം ദൈവമക്കളെ ചതിച്ചതും വഞ്ചിച്ചതും മറഞ്ഞിരുന്ന് പ്രവർത്തിച്ച അവന്റെ ദുർഭൂതങ്ങളായിരുന്നു. ഓ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് അവൻ മറഞ്ഞിരുന്നതിനെ മുഴുവൻ പരസ്യമായ കാഴ്ചയാക്കി. യെസ്, സഭ റെഡിയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കേരളത്തിൽ നിന്ന് മലയാളി ദൈവിക ശുശ്രൂഷകളുടെ മേൽ നിന്ന് അവരെ മറഞ്ഞിരുന്ന് വീഴ്ത്തുന്ന സകല ഇരുട്ടിന്റെ ശക്തികളെയും ഇന്ന് സഭ ഒരുമിച്ച് തകർക്കുകയാണ്. ഇവിടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന ദാരിദ്ര്യമാകട്ടെ, രോഗമാകട്ടെ, ബന്ധനങ്ങളാകട്ടെ, വ്യാധികളാകട്ടെ, വരുമാനമില്ലാത്ത അവസ്ഥയാകട്ടെ, രോഗങ്ങളാകട്ടെ, സകലത്തിന്റെയും പുറകിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഈ മിനിറ്റിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഓ, ആ വിടുതലിന്റെ ശക്തിയെ ഇപ്പോൾ തന്നെ സ്വീകരിക്കാൻ തുടങ്ങിക്കോ. ഇന്ന് അവന്റെ തന്ത്രം വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് അവന്റെ തന്ത്രം വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്.
എൻ്റെ കൂടെ എത്ര പേർക്ക് ഈ കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ വ്യാധിക്കാരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവിടെ സൗഖ്യങ്ങൾ സംഭവിച്ചു. ആമേൻ, ആമേൻ പറഞ്ഞേ. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അവൻ്റെ മേൽ കിടന്ന അധികാരം കൊണ്ട്. അധികാരം കൊണ്ട്. ഇങ്ങനെ യേശു തൻ്റെ മേൽ കിടന്ന അധികാരം ഉപയോഗിക്കാൻ തുടങ്ങിയ നാഴികയിൽ മത്തായിയും ലൂക്കോസും എഴുതിയിരിക്കുന്നത് അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ഇന്നും അഭിഷേകത്തിൻ്റെ അധികാരം ഉപയോഗിക്കുവാൻ ഒരുവൻ തയ്യാറായാൽ നിന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേറൊരാളും വരേണ്ട ആവശ്യമില്ല. നിന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു പൈസ ചെലവുമില്ല. നീ എവിടെ പോയാലും ഈ അധികാരം നിന്നെ പ്രൊമോട്ട് ചെയ്യും. എഫെസോസിലേക്ക് അപ്പോസ്തലനായ പൗലോസ് കടന്നു ചെല്ലുമ്പോൾ ആരും അവനെ അറിഞ്ഞില്ല. അറിഞ്ഞോ? അക്കില്ലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും വീട്ടിൽ വിരുന്നുകാരനായി വന്നു കയറിയ പൗലോസ് എന്ന മനുഷ്യൻ എഫെസോസ് പട്ടണത്തിനകത്ത് കാല് ചവിട്ടിയപ്പോൾ ആരും അറിഞ്ഞില്ല. നമ്മളായിരുന്നെങ്കിലോ ഇന്ന് വലിയ 3 ദിവസമെങ്കിലും മൈക്രോഫോണിലൂടെ വിളിച്ചു പറയും. എല്ലാ ജംഗ്ഷനിലും കട്ടൗട്ട് വെക്കും. എല്ലായിടത്തും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ വെക്കും. സത്യം പറയുക, നമ്മൾ മാക്സിമം പോസ്റ്റർ അടിക്കും, നോട്ടീസ് അടിക്കും, പബ്ലിസിറ്റി. എന്തിനു വേണ്ടിയാ? ഇതാ പൗലോസ് എഫെസോസിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിക്കാൻ. ആമേൻ. ഞാനത് നല്ലതെന്നോ തെറ്റെന്നോ പറഞ്ഞ് വിമർശിക്കുകയല്ല. ഞാൻ ഈ വചനത്തിൻ്റെ ഒരു ആംഗിൾ പറയാനൊന്ന് പറയുന്നതേ ഉള്ളൂ. ഇതാ പൗലോസ് വരുന്നുണ്ടെന്ന് അറിയിക്കാൻ ഇതൊക്കെ ചെയ്യും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിരിക്കുന്നത് ആരും അറിയാതെ അവൻ അക്കില്ലാവിൻ്റെയും പ്രിസ്കില്ലായുടെയും വീട്ടിൽ വന്നു. പക്ഷെ വന്നപ്പോൾ ആരും അറിഞ്ഞില്ല. പോയപ്പോൾ പട്ടണം മുഴുവൻ അറിഞ്ഞു പൗലോസ് എഫെസോസ് വിട്ടെന്ന്. നീ കേറുമ്പോൾ ആരും അറിയത്തില്ല. പക്ഷെ നിന്റെ മേൽ അധികാരം ഉണ്ടെങ്കിൽ നീ കേറി കഴിഞ്ഞാൽ അവിടെ ചിലത് നടക്കും. അവിടെ എന്തൊക്കെയോ സംഭവിക്കും. ആമേൻ. പൗലോസ് എഫെസോസിലേക്ക് ചെന്ന് വലിയ ക്രൂസൈഡ് ഒന്നും നടത്തിയില്ല. അവൻ വലിയ പണം മുടക്കിയുള്ള ഒരു പരിപാടിയും നടത്തിയില്ല. അവൻ വെറുതെ അക്കില്ലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും വീട്ടിൽ ചെന്നു. വീട്ടിൽ നിന്ന് അവരുടെ കൂടെ ജോലി സ്ഥലത്തേക്ക് വെറുതെ പോയി. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് വെറുതെ പോയി. പറ, വെറുതെ പോയി. ജോലി സ്ഥലത്ത് അവൻ ചെന്നപ്പോൾ അവനിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവൻ തർസോസിലെ ശൗലാണെന്ന് മനസ്സിലായി. ഇവൻ പുതിയൊരു മാർഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് മനസ്സിലായി. 1-2 പേര് ഒരു പക്ഷേ താല്പര്യം തോന്നി. വീട് എവിടെയാ, എവിടെന്നാ വരുന്നേ, ഏത് മാർഗക്കാരനാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ചോദിച്ചവരുടെ എല്ലാം ഹൃദയത്തിലുണ്ടായിരുന്നത് പൗലോസിന് ബോധ്യമായി. ഹല്ലേലൂയ. ചോദിച്ചവരെല്ലാം അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നവന്റെ വീടിനകത്ത് സൗഖ്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പണിസ്ഥലത്ത് വെച്ച് തന്നോടൊരുത്തൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നസറായനായ യേശുവിൻ്റെ ശക്തി എഫെസോസ് എന്ന് പറയുന്ന ഇരുട്ടുമൂടിയ നാട്ടിനകത്ത് വീടിനകത്തും കട്ടിലിൽ കിടക്കുന്നവന്റെ മേലും ഇടിച്ചു കയറിയിട്ട് അവരെഴുന്നേക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കൊണ്ടല്ലയോ പൗലോസിന് ഡിമാൻഡ് ആയത്. പിന്നെ എല്ലാവരും പറഞ്ഞു, നീ ഒന്ന് പറ, യേശുവിൻ്റെ നാമം ഒന്ന് പറ, നീ ഒന്ന് കൈവെക്ക്. കൈവച്ചും പറഞ്ഞിട്ടും സമയം തികയാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, നീ പറഞ്ഞില്ലേലും കുഴപ്പമില്ല, നീ കൈവച്ചില്ലേലും കുഴപ്പമില്ല, നിന്റെ മേത്ത് കിടക്കുന്ന ആ ഉത്തരീയവും നിന്റെ കയ്യിലിരിക്കുന്ന ആ റുമാലും തന്നോ, അതുകൊണ്ടിട്ടാലും എന്തോ കൊണ്ടിട്ടാലും, നിന്റെ കയ്യിലിരിക്കുന്ന ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടിട്ടാലും, നിന്റെ കയ്യിലിരിക്കുന്ന ഒരു കർച്ചീഫ് കൊണ്ടിട്ടാലും ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കും അധികാരവും അതിനകത്തുകൂടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ.
മാസങ്ങൾക്കുള്ളിലാണ് തുറന്നോസിൻ്റെ പാഠശാലയിൽ പുതിയ ചർച്ച ആരംഭിക്കുന്നത്. ആമേൻ. മാസങ്ങൾക്കുള്ളിലാണ് അർത്തമീസിൻ്റെ ദേവാലയത്തിൻ്റെ ഓഫീസ് പൂട്ടിപ്പോകുന്നത്. ഓ കമോൺ കമോൺ, സഭ ശ്രദ്ധയോടെ ഇത് കേൾക്കണം. മാസങ്ങൾ കൊണ്ടാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്ത് എഫേർട്ടാണ് പൗലോസ് ഇട്ടത്? അവൻ ഒരു എഫേർട്ടും ഇട്ടില്ല. അധികാരത്തോടു കൂടി കയറി നിൽക്കുന്നവനെ കണ്ടാൽ പട്ടണങ്ങൾ ഇളകാൻ തുടങ്ങും, രാജ്യങ്ങൾ ഷേക്കാകാൻ തുടങ്ങും. ഒരിക്കലും സാധ്യതയില്ലാത്തിടത്ത് നീ കയറി നിന്നാൽ ദൈവരാജ്യത്തിന്റെ വളർച്ചയുടെ സാധ്യതകൾ തുറന്നു വരും. ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവാത്മാവ് അങ്ങനെ പുതിയ ചിലതിനകത്തോട്ട് പ്രവേശിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ആരും കേറിയിട്ടില്ലാത്ത, ആരും ശോഭിച്ചിട്ടില്ലാത്ത, ആരും ഫലപ്രദകരമായിട്ടില്ലാത്ത ചില മേഖലകളിൽ, ചില നാടുകളിലേക്ക് ദൈവം നിന്നെ അയക്കും. കാരണം നിന്റെ മേൽ കവിഞ്ഞൊഴുകുന്നൊരു അഭിഷേകമുണ്ട്, നിന്റെ മേൽ ഒരു എക്സൂസിയുണ്ട്, നിന്റെ മേൽ ഒരു ഇരുട്ടിന്റെ മേൽ വാഴ്ച നടത്താനുള്ള ഒരു അധികാരമുണ്ട്. അതിനെ പിടിച്ചോ, അതിനെ പിടിച്ചോ, അതിനെ പിടിച്ചോ. യെസ്, ശുശ്രൂഷകന്മാരോട് കർത്താവ് ഇപ്പോൾ സംസാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രമോഷനുകൾ ഇറങ്ങി വരികയാണ്. നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കാൻ നിന്റെ ശ്രുതി പരക്കുകയാണ്. നിന്റെ പേര് പ്രസിദ്ധമാകാൻ പോവുകയാണ്. ചില പ്രത്യേക ശുശ്രൂഷകളുടെ പേരിൽ, ചില പ്രത്യേക അത്ഭുതങ്ങളുടെ പേരിൽ, ചില പ്രത്യേക അധികാരത്തിന്റെ പേരിൽ ഇതിനകത്തിരിക്കുന്ന ശുശ്രൂഷകന്മാർ തയ്യാറായിക്കോ. രാജ്യങ്ങളിലേക്ക് നിന്റെ പേര് പ്രസിദ്ധമാകട്ടെ. ഗലീല മുഴുവൻ യേശുവിന്റെ ശ്രുതി പരന്നതുപോലെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഭാവിയുടെ മേലിട്ടിരുന്ന കരിമ്പടങ്ങൾ ഈ മിനിറ്റിൽ കീറിപ്പോകുന്നു. നിന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയുടെയും മുകളിൽ പിശാചിട്ടിരുന്ന കരിമ്പടമില്ലേ, ആ മൂടുപടമില്ലേ, അതിന്ന് രാത്രി ദൈവാത്മാവ് കീറിക്കളയുകയാണ്. നിന്നെ ഒതുക്കാനോ മറച്ചു വെക്കാനോ ഇനി കഴിയാത്തതുപോലെ അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ, അഭിഷേകത്തിന്റെ സമൃദ്ധിയാൽ, ദൈവശക്തിയാൽ നുകങ്ങളെ തകർത്തുകൊണ്ട് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരങ്ങളിൽ അതുപോലൊരു ദൈവശക്തി ഇറങ്ങുന്നു. അതുപോലൊരു ദൈവശക്തി ഇപ്പോൾ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. എത്ര ഉപവാസ പ്രാർത്ഥനകളിൽ നിനക്ക് പ്രാപിക്കാൻ പറ്റാതെ പോയത് ഈ രാത്രി ഇപ്പോൾ നിങ്ങളുടെ മേൽ തുറന്നു വരികയാണ്. ശ്രുതി പറകട്ടെ, ശ്രുതി പറകട്ടെ. നിന്റെ മേൽ കിടക്കുന്നത് എന്തെന്ന് ദൈവം തെളിയിക്കാൻ തുടങ്ങട്ടെ. നിന്റെ അയൽവാസികളുടെ നടുവിൽ നീ ആരാണെന്ന് ദൈവം പ്രൂവ് ചെയ്യാൻ തുടങ്ങട്ടെ. നിന്നെ കളിയാക്കുന്നവരുടെ നടുവിൽ നീ ആരാണെന്ന് അവൻ പ്രൂവ് ചെയ്യാൻ തുടങ്ങട്ടെ. നിനക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, ഗൂഢാലോചനകൾ നടത്തുന്നവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ അവൻ ഇടിച്ചു കളഞ്ഞിട്ട് നീ ആരാണെന്ന് അവൻ തെളിയിക്കട്ടെ. യെസ്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നുകങ്ങൾ തകരുന്നു. നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന നുകങ്ങൾ ഈ രാത്രി ഉടയുന്നു. Yes, 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 yes. Thank you, Holy Spirit. Thank you, Holy Spirit. Bathal barbaha jalas brahatara. Yes, 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 yes. എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് കുറേ വർഷങ്ങളായിട്ടും കുറേ നാളുകളായിട്ടും നിങ്ങൾ എവിടെയൊക്കെയോ കെട്ടപ്പെട്ടതും ഒതുങ്ങിപ്പോയതുമായ അനേക സാഹചര്യങ്ങളുണ്ട്.
നിങ്ങളുടെ പുറകെ വന്നവർ പോലും നിങ്ങളെ ഓവർടേക്ക് ചെയ്തു പോയി. നിങ്ങൾക്ക് പിന്നാലെ വന്നവർ പോലും ഇന്ന് പല ഇടങ്ങളിൽ എത്തി നിൽക്കുന്നു. നിനക്ക് മാത്രം എത്താനും പറ്റുന്നില്ല, ഉയരാനും പറ്റുന്നില്ല. എന്നെ കർത്താവ് കാണിക്കുന്നത് ഏതോ ഒരു വസ്തുവിൻ്റെ മേലൊരു പുതപ്പിട്ട് മൂടിക്കളയുന്ന പോലെ. നീ ശക്തിയുള്ളവളാണ്, വിശ്വസ്തനാണ്, നീ കഴിവുള്ളവനാണ്, നീ മിടുക്കനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ്. കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീ യോഗ്യനാണെങ്കിലും നിന്റെ യോഗ്യതയ്ക്കും നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിനും നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കും നീ ദൈവത്തിന് വേണ്ടി എടുക്കുന്ന ഉത്സാഹത്തിനും ചേർന്ന് വരുന്നൊരു വളർച്ച ഇന്ന് വരെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം എന്തോ ഒരു മൂടുപടം നിങ്ങളെ മൂടി വെച്ചിരിക്കുകയാണ്. നടക്കുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ റിസൾട്ടിനകത്തോട്ട് എത്തുന്നില്ല. എന്നോട് കർത്താവ് പറയുന്നു, അങ്ങനെയുള്ള 6 വരുന്ന കുടുംബങ്ങൾക്കകത്ത് ഞാൻ ഈ സംസാരിക്കുന്ന 8:29 തിരശീല 2 കീറുന്ന പോലെ നിന്നെ മറച്ചു വച്ചിരിക്കുന്ന ഇരുട്ടിന്റെ കരിപടങ്ങൾ Father, I break it. നിന്റെ വീട്ടിൽ നിന്ന് അഴിയുമ്പോൾ നിന്റെ ശരീരത്തിലേക്ക് ആ സ്വാതന്ത്ര്യത്തെ ഇപ്പോൾ ഞാൻ തുറക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. 1, 2, 3 എന്ന് കൗണ്ട് ചെയ്ത് റോക്കറ്റ് പൊങ്ങുന്ന പോലെ വരുന്ന മെയ് മാസം മുതൽ നിങ്ങളുടെ മേലൊരു കുതിച്ചു കയറ്റത്തെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നു. യെസ്, യാത്രകൾക്ക് വേണ്ടി തയ്യാറായിക്കോ. നിന്റെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചോ, നിന്റെ സർട്ടിഫിക്കറ്റുകൾ എടുത്തൊരുക്കി വെച്ചോ. നിനക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചിലത് ചിലതിനൊക്കെ അഡ്വാൻസ് കൊടുക്കാൻ തയ്യാറായിക്കോ. നിന്റെ കയ്യിലേക്ക് ചിലത് തുറന്നു വരും. ചിലരൊക്കെ വിളിച്ചിട്ട് അത് തന്നു തീർത്തോളാന്ന് വാക്ക് പറ. നിന്റെ കയ്യിലേക്ക് അത് തുറന്നു വരും. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നീ വിളിച്ചാൽ തിബര്യാസിലെ മീൻ മുഴുവൻ പത്രോസിന്റെ പടയിലേക്ക് വരുമെങ്കിൽ സമ്പത്തിനെയും നന്മകളെയും സമൃദ്ധിയെയും ഞങ്ങൾ ദിക്കുകളിൽ നിന്ന് വിളിക്കുന്നു. ഞങ്ങൾ അവയോട് ഞങ്ങളുടെ അടുക്കിലേക്ക് വരാൻ ആജ്ഞാപിക്കുന്നു. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വയറുമായി ബന്ധപ്പെട്ടുള്ള ചില കെട്ടുകൾ ഇപ്പോൾ പൊട്ടുകയാണ്. യെസ് 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 ഉദര സംബന്ധമായ ചില രോഗങ്ങൾക്ക് ഈ മിനിറ്റിൽ സൗഖ്യമാകുന്നത് ഒരു അടയാളമാണ്. Thank you, Holy Spirit. Thank you, Holy Spirit. അധികാരം ഒരുവന്റെ മേൽ വന്നാൽ അവന്റെ സ്തുതി പരക്കും. ഒന്ന് പറഞ്ഞ്, സ്തുതി പരക്കും. അവന്റെ ജീവിതത്തിൽ എക്സ്പാൻഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് വിശാലത ഉണ്ടാകും. കഴിഞ്ഞ 30 വർഷമായി തനിക്ക് നല്ല ശീലമുള്ള ഗലീലയിൽ തന്നെ നന്നായി അറിയാവുന്ന നസറേത്തുകാരുടെ നടുവിൽ ഇതാ യോർദാന്റെ കരയിൽ നിന്ന് ഒരുവൻ വന്നപ്പോൾ അവനെ കാണാൻ ജനം തിക്കിത്തിരക്കുകയാണ്. എന്ത് ചെയ്യുകയാണ്? തിക്കിത്തിരക്കുകയാണ്. കാരണം അവർക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ന്യായാധിപന്മാരുടെ വാക്കും കേട്ടോണ്ടിരുന്നാൽ ഞങ്ങളുടെ തോളിലെ നുകം മാറില്ല. ഇവിടെ പരീശന്മാരുടെയും പുരോഹിതന്മാരുടെയും ചൊല്ലല് കേട്ടോണ്ടിരുന്നാൽ ഞങ്ങളുടെ ശരീരത്തിലെ നുകം മാറില്ല. ഇവിടെ ആരെങ്കിലുടെയും അഭിപ്രായം ചോദിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ജ്യേഷ്ഠൻ കിടക്കേന്ന് എഴുന്നേറ്റ് നടക്കത്തില്ല.
ഇവിടെ ആരുടെയെങ്കിലും അഭിപ്രായം ചോദിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ കുഞ്ഞ് മരണത്തിൽ നിന്ന് ഉണരത്തില്ല. ഇവിടെ ആൾക്കാർ പറയുന്ന അഭിപ്രായം നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്കെന്തൊക്കെയോ നഷ്ടമാകും. അതുകൊണ്ട് അഭിഷേകം ചലിക്കുന്നിടത്തേക്ക് ജനം ഒഴുകിയതുപോലെ ഇന്ന് രാത്രിയും ദൈവാത്മാവിൻ്റെ അഭിഷേകത്തെ നീ കൈക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ നിന്റെ അടുക്കലേക്ക് ആർക്കും തടുത്തു വെക്കാൻ കഴിയാത്തൊരു ഒഴുക്കുണ്ടാകട്ടെ. നിന്റെ മേൽ വിശാലതകൾ ഉണ്ടാകട്ടെ. നിന്റെ മേൽ ആൾക്കാരുടെ വലിയ ബഹുത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു രഹസ്യം കൂടി നമ്മൾ പറഞ്ഞിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. സന്തോഷത്തോടെ രാമേൻ പറഞ്ഞേ. യോർദാന്റെ കരയിൽ വെച്ച് അഭിഷേകം വന്നു. അഭിഷേകത്തിനകത്തുള്ള അധികാരം വന്നു. അധികാരത്തിലെ ഏറ്റവും ഉയർന്ന റാങ്ക് തന്നെ യേശുവിൻ്റെ മേൽ വന്നു. യേശു പോകുന്നിടത്തൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വിടുതലുകളും സംഭവിച്ചു. ആമേൻ. വചനങ്ങൾ എടുക്കാതെ ഞാനങ്ങ് പറഞ്ഞേക്കാം, കാരണം എടുത്തു വായിക്കാൻ നമുക്ക് അത്രയും സമയം കൂടെ പെട്ടെന്ന് പറഞ്ഞേക്കാം. ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും ഒരു ഉദാഹരണം പറയാം. ഗദര എന്ന് പറയുന്ന പട്ടണത്തിൽ വള്ളത്തിലൂടെ യാത്ര ചെയ്ത്, കടലിലൂടെ യാത്ര ചെയ്ത് യേശു സഞ്ചരിക്കാൻ പദ്ധതിയിടുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. ഗദര എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ, ഒരു നാട്ടിൽ രാത്രിയിൽ പടകിലൂടെ സഞ്ചരിച്ച് അക്കരെ പോകാൻ യേശു പദ്ധതി തയ്യാറാക്കുന്നു. യേശു പടകിൽ കിടന്നുറങ്ങുന്നു. ശിഷ്യന്മാർ പടക് തുഴയുന്നു. രാത്രിയുടെ ഒരു നല്ല ഇരുട്ടായ സമയത്ത് പെട്ടെന്ന് ഒരു കൊടിയ കാറ്റ് ആ പടകിൻ്റെ മേൽ അടിക്കുന്നു. കേൾക്കണേ, എന്തടിക്കുക? കാറ്റടിക്കുക. കാറ്റിൻ്റെ ശക്തി കൊണ്ട് പടകൊലയുന്നു. പോരെങ്കിൽ കടലിലെ തിരമാലകൾ ഉയർന്നടിക്കുന്നു. പടകിനകത്ത് വെള്ളം കയറുന്നു. പായ കീറുന്നു. പടക് മുങ്ങുമോ എന്ന് നല്ല പരിചയമുള്ള ഈ ശിഷ്യന്മാർക്ക് പോലും സംശയം തോന്നുന്നു. കേട്ടോണേ, കേട്ടോണേ, കേട്ടോണേ. ഉടനെ അവരെല്ലാം നിലവിളിക്കാൻ തുടങ്ങി. അവരുടെ നിലവിളി ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ നശിക്കാൻ പോവാണ്. എങ്ങനെ? ഞങ്ങൾ നശിക്കാൻ പോവാണ്. ഞങ്ങൾ ഈ വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് മുങ്ങിച്ചാകാൻ പോവുകയാണ്. ഞങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് തീരാൻ പോവുകയാണ്. ഗുരോ, എഴുന്നേക്ക്. ഗുരോ, കഴിയുമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യും. യേശു ഉണർന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. യേശു ഉണർന്ന് കാറ്റിനോടും കടലിനോടും ഡാഷ് ചെയ്തു. പൂരിപ്പിക്കേ. ആരെങ്കിലും ഒരാൾ ഉറക്കെ പറഞ്ഞോ? കൽപ്പിച്ചു, ശാസിച്ചു. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കൊടുങ്കാറ്റിനോട് അധികാരമുള്ള ഒരുവൻ വായ കൊണ്ട് കൽപ്പിച്ചു. പൊങ്ങി വരുന്ന തിരമാലയോട് പടകിലിരിക്കുന്നവൻ കൽപ്പിച്ചു. ആമേൻ. അവൻ കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ കാറ്റ് ശാന്തമായി, കടലും സ്വസ്ഥമായി. യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഗദരയുടെ തീരത്തെത്തി. അവൻ അവിടെ കാലുകുത്തുമ്പോൾ ശവക്കുഴികളിൽ കിടന്ന് കല്ലുകൾ എടുത്ത് സ്വന്തം ശരീരത്തെ ചതച്ച് രസിക്കുന്ന, അറിയാതെ എങ്ങനെ നിങ്ങളുടെ കാല് കതകിൻ്റെ ഇടയിൽപ്പെട്ടാൽ എന്തോരം വേദനയാ. അറിയാതെ എങ്ങനെ നിങ്ങളുടെ ദേഹത്തൊരു ചതവ് പറ്റിയാൽ എന്തു വേദനയാ. പക്ഷെ ഈ മനുഷ്യന് വേദന തോന്നുന്നില്ല. കാരണം ഒരു കൂട്ടം ദുരാത്മാക്കൾ ഇവൻ്റെ അകത്ത് കയറിയിരുന്ന് ഇവൻ്റെ ശരീരത്തെ പീഡിപ്പിക്കുകയാണ്. അപ്പോൾ ഭൂതങ്ങൾക്ക് എന്തുണ്ട്? പീഡനമുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ പീഡിപ്പിക്കുന്നത് ഇരുട്ടിൻ്റെ ശക്തികൾക്ക് ഇഷ്ടമാണ്. അവൻ സ്വയമേ ചതച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നസറായനായ യേശുവിൻ്റെ കാലുകൾ ഗദരയുടെ പട്ടണത്തിൻ്റെ തീരത്ത് ചവിട്ടുന്നത്. കല്ലറകളിൽ നിന്ന് അവൻ ഓടി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട്, നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. യേശു അവനോട്,
നീ ആരാണ്? അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ഒന്നല്ല, ഞങ്ങൾ ലഗ്യോനാണ്. ആ മനുഷ്യനെ വിട്ടുപോകുവാൻ അവൻ അവയോട് കൽപ്പിക്കുന്നു. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്യുകയാണ്? കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നാനാവ്യാധിക്കാർ, പക്ഷവാതക്കാർ, രോഗികൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. യേശു അവരോടും അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഭൂതങ്ങളോടും കൽപ്പിച്ചു. അണ്ടർലൈൻ ചെയ്തേ, എന്ത് ചെയ്തു? കൽപ്പിച്ചു. യേശു തൊട്ട് സൗഖ്യമാക്കിയതുണ്ട്, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ വിടുതലായതുണ്ട്, യേശുവിൻ്റെ കാല് ചവിട്ടിയപ്പോൾ ഉണ്ടായ ചലനങ്ങളുണ്ട്. പക്ഷേ എല്ലാ അത്ഭുതങ്ങളിലും വിടുതലുകളിലും കോമൺ ആയ ഒരു കാര്യമുണ്ട്. യേശു തൻ്റെ വായ തുറന്ന് പറഞ്ഞോ സഭ ഒരുമിച്ച് കൽപ്പിച്ചു. ഞാനൊരു കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ ഈ കൽപ്പിക്കുകയും വായ തുറക്കുന്നതിൻ്റെ രഹസ്യം എന്താ? അമ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ മേൽ കിടക്കുന്ന അധികാരത്തെ ഉപയോഗിക്കുന്നത് സ്തോത്രം പറഞ്ഞല്ല. സഭ ഒന്ന് മിണ്ടിക്കേ. അഭിഷേകമുള്ള നീ ആമേൻ പറഞ്ഞല്ല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അഭിഷേകമുള്ള നീ കരഞ്ഞല്ല കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അഭിഷേകമുള്ളവൻ എഴുന്നേറ്റ് നിന്ന് വായ തുറന്ന് അതിനോട് കൽപ്പിക്കും. നമുക്കധികം ശീലമില്ലാത്ത കാര്യമാണ് പാസ് ചെയ്തത്. എന്താ? നമുക്ക് അപേക്ഷിക്കാൻ അറിയാം, നമുക്ക് കൽപ്പിക്കാൻ അറിയില്ല. കർത്താവേ, എൻ്റെ രോഗം സൗഖ്യമാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സഭ വിശാലമാക്കണമേ. കർത്താവേ, ആ കുടുംബത്തിന് സ്വസ്ഥതയുണ്ടാകണമേ. കർത്താവേ, എൻ്റെ ദാരിദ്ര്യം മാറ്റണമേ. കർത്താവേ, എൻ്റെ രോഗം വിട്ടുമാറണമേ. നമേ തരണമേ, വരണമേ, ഉണ്ടാകണമേ. ഒരു വാക്ക് യേശു ഏതെങ്കിലും ഭൂതത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ? യേശു ഏതെങ്കിലും രോഗത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കാറ്റേ നടങ്ങുമോ? കടലേ ഒന്ന് ശാന്തമാകുമോ? അവൻ റിക്വസ്റ്റ് ചെയ്യല്ലായിരുന്നു, അവൻ അവയോട് കൽപ്പിക്കുകയായിരുന്നു. നിറവിൽ നിൽക്കുന്നവൻ അപേക്ഷിക്കും. കവിഞ്ഞൊഴുക്കിനകത്ത് കയറിയവൻ അറിയാം, ഞാൻ അപേക്ഷിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞാൽ, ഞാൻ വായ തുറന്ന് കൽപ്പിക്കാൻ തുടങ്ങിയാൽ ഇല്ലാത്തതെല്ലാം ഉണ്ടായി വരും, ഇല്ലാത്തതെല്ലാം ഉളവായി വരും. ഞാൻ പറഞ്ഞാൽ രോഗങ്ങൾ അപ്രത്യക്ഷമാകും. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥന എന്നത്, ശുശ്രൂഷ എന്നത് അപേക്ഷിക്കുന്ന പരിപാടിയല്ല. ദൈവം നിനക്ക് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുന്നതാണ്. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കണമേ. അതായിരുന്നു ഇന്നലെ വരെയുള്ള പ്രാർത്ഥന. ദൈവം അത് നിങ്ങളോട് പാപമായിട്ടൊന്നും കണക്കിടുന്നില്ല. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ പുതിയ തലങ്ങൾ നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, അധികാരത്തിൻ്റെ പുതപ്പ് നിങ്ങളുടെ മേൽ വീണ് കഴിഞ്ഞു എന്ന് ബോധ്യമാകുമ്പോൾ, തുറക്കണമേ എന്നല്ല, ഞാൻ എഴുന്നേറ്റ് വരികയാണ്, എൻ്റെ വഴി അടയുകയില്ല, തുറക്കുക. ആ രോഗത്തോട് ഞാൻ പറയുന്നു, എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുക. ആ ബന്ധനത്തോട് ഞാൻ കൽപ്പിക്കുന്നു, ഇപ്പോൾ എന്നിൽ നിന്ന് വിട്ടുമാറുക. ആമേൻ. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്? പറയാണ്. പറഞ്ഞു എന്ത് ചെയ്യാണ്? കൽപ്പിക്കുകയാണ്. റിക്വസ്റ്റ് ചെയ്യല്ല, കൽപ്പിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ കൽപ്പിക്കാൻ തുടങ്ങുന്നത് വരെ അതിനെ സൃഷ്ടിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴും ആത്മാവ് വെയിറ്റ് ചെയ്യുകയാണ്, പക്ഷെ നിങ്ങൾ കൽപ്പിക്കുന്നില്ല. നിന്റെ വീടിനകത്ത് പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യാണ്, പക്ഷെ നീ കൽപ്പിക്കുന്നില്ല. ആദിയിൽ പാഴും ശൂന്യവുമായിരുന്ന പ്രപഞ്ചത്തിൻ്റെ മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ
ആത്മാവ് പരിവർത്തിച്ച് വെയിറ്റ് ചെയ്തിരുന്നു. എന്ത് ചെയ്തിരുന്നു? കാത്തിരുന്നു. എന്തിന്? കൽപ്പനയ്ക്ക് വേണ്ടി. ഉടനെ പിതാവായ ദൈവം പറഞ്ഞു, ആകാശവിധാനങ്ങൾ ഉണ്ടാകട്ടെ. കൽപ്പന കിട്ടിയ ഉടനെ വെള്ളത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നവൻ വെള്ളത്തെ 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്ത് സൃഷ്ടിപ്പ് നടത്തി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. 30 വയസ്സുവരെ യേശു നടന്നപ്പോൾ സംഭവിക്കാത്തത് പലതും ഇത് അഭിഷേകത്തിന്റെ പകർച്ചയ്ക്ക് ശേഷം സംഭവിക്കാനുള്ള കാരണം അവനിപ്പോൾ റിക്വസ്റ്റ് ചെയ്യുകയല്ല, അവനിപ്പോൾ കമാൻഡ് ചെയ്യുകയാണ്. എൻ്റെ പിതാവേ, അങ്ങയുടെ ഹിതമാണെങ്കിൽ, എനിക്കറിയാം 4 ദിവസമായി എന്ന്, എനിക്കറിയാം അഴുകിയിട്ടുണ്ടെന്ന്, അങ്ങയുടെ ഹിതമാണെങ്കിൽ, ആമേൻ, അങ്ങയുടെ ഹിതമാണെങ്കിൽ, അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ, എങ്കിലും ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ ലാസറിനെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരണമേ. അങ്ങനെയാണോ യേശു പറഞ്ഞത്? അവൻ എന്താ പറഞ്ഞത്? 4 ദിവസം ആയിക്കോട്ടെ, ചീഞ്ഞഴുകിക്കോട്ടെ, അവൻ്റെ എല്ലുകൾ വിട്ടുമാറിക്കോട്ടെ, എൻ്റെ മേലൊരു അധികാരമുണ്ട്, എൻ്റെ കൂടെ സൃഷ്ടിക്കാൻ കഴിയുന്ന റൂഹായുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ലാസറസ് കം ഔട്ട്. ഇന്ന് നിങ്ങളെ ഞാൻ കൽപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്ത് പഠിപ്പിക്കുകയാണ്? കൽപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. ആമേൻ. ഇന്ന് പകലിലും വൈകുന്നേരവുമായി നമ്മൾ സംസാരിച്ച ഭാഗത്തെ ഞാൻ 1-2 സെൻറ്റൻസുകളിൽ ഒന്ന് ചുരുക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. യോർദാൻ്റെ കരയിൽ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഓവർഫ്ലോയിങ് അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്ന അനുഭവം പ്രാപിച്ചതിന് ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കഫർനഹൂമിലെ പള്ളിക്കകത്ത് വരുമ്പോൾ അന്നുവരെ മറഞ്ഞിരുന്ന മനുഷ്യരെ മറഞ്ഞിരുന്ന് പീഡിപ്പിക്കുകയും മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഭൂതങ്ങളുടെയും ഇരുട്ടിൻ്റെ ശക്തികളെയും അവൻ വെളിച്ചത്ത് കൊണ്ടുവരികയും ആ ദുർഭൂതങ്ങളെ അവൻ ശാസിച്ച് പുറത്താക്കുകയും ചെയ്തു. അതിലൂടെ അവൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നുവെന്നും ആ അധികാരം ഫങ്ഷൻ ചെയ്യുന്നത്, ആ അധികാരം വിനിയോഗിക്കപ്പെടുന്നത് തൻ്റെ അധരത്തിലൂടെയാണെന്നും അവൻ നമുക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഇരിപ്പിടങ്ങളെ വിട്ട് നമുക്ക് ഒരുമിച്ച് എഴുന്നേക്കാം. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. താങ്ക് യു ജീസസ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് മുമ്പിലേക്ക് കയറി വന്നാൽ അത് ഏറ്റവും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മുമ്പിലേക്ക് പെട്ടെന്ന് നമ്മുടെ സമയം ഏകദേശം അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വേഗത്തിലൊന്ന് മുമ്പിലേക്ക് ഓടി വന്നേ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഞാനൊന്ന് അടുത്ത് കാണട്ടെ. ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, ഈ തലമുറയിൽ വലിയൊരു ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരെ, പ്രകൃത്യാതീതമായ ചിലതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ കർത്താവ് കണ്ടവരെ, ഇന്നത്തെ ഈ തിരുവെഴുത്തിൽ നിന്ന് സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ തെളിച്ചമായി വെളിച്ചമായി വെളിപ്പെട്ടു, നിങ്ങൾക്ക് ബോധ്യമായി എന്ന് ഞാൻ കരുതുകയാണ്. ഒരു വചനം ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് എടുത്ത് വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ലൂക്കോസ് 10:19. പാമ്പുകളെയും തേളുകളെയും, ശ്രദ്ധിച്ച്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഞാൻ ആര്? കർത്താവായ ക്രിസ്തു ആർക്ക്? നിങ്ങൾക്ക് എന്ത് തരുന്നു? അധികാരം. ഒന്ന് ഉറക്കെ പറഞ്ഞ്, എന്ത് തരികയാണ്? അധികാരം തരികയാണ്. മനുഷ്യ ശരീരങ്ങളെ രോഗങ്ങളിൽ ബന്ധിച്ചതിനെ പുറത്താക്കാൻ നിങ്ങളുടെ നാവിൽ അവൻ അധികാരം തരികയാണ്. ദാരിദ്ര്യം കൊണ്ട് കെട്ടിയതിനെ പൊട്ടിക്കാൻ നിങ്ങളുടെ നാവിൽ അവൻ അധികാരം തരികയാണ്. മരണമാണെങ്കിലും അതിനെ തകർക്കാൻ നിങ്ങളുടെ നാവിൽ അവൻ അധികാരം തരികയാണ്. അടുത്ത വചനം കൊണ്ടൊന്ന് വായിച്ചേ. ഒന്നും ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞ ഒന്നും. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ കെട്ടപ്പെടുവോ? ഞാൻ അവനെ രോഗത്തിൽ നിന്ന് വിമുക്തനാക്കിയാൽ ഞാൻ രോഗിയാകുമോ?
യേശു എന്താ പറഞ്ഞത്? ഒന്നും, അടുത്ത വാക്യം, ഒരു നാളും ഒരിക്കലും ദോഷം നിങ്ങൾക്ക് ദോഷം വരുത്തുകയുമില്ല. ഇത് അപ്പോസ്തലൻ പറഞ്ഞതല്ല, ഇത് കർത്താവ് നേരിട്ട് എനിക്ക് തന്ന ഉറപ്പാ. ഇന്ന് ഈ നാടിനെ ഭരിക്കുന്ന ദുഷ്ടന്റെ സകല ആധിപത്യങ്ങളോടും സഭ എഴുന്നേറ്റ് നിന്ന് കൽപ്പിക്കാൻ പോവുകയാണ്. നീ പത്തനംതിട്ടയെ എങ്ങനെയൊക്കെ ബന്ധിച്ചോ, ആ ബന്ധനങ്ങളെയെല്ലാം ഞങ്ങളിത് പൊട്ടിക്കും. നീ ഞങ്ങളെ എങ്ങനെയൊക്കെ കൊടുക്കാൻ ശ്രമിച്ചോ, ആ സകല കുരുക്കുകളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പൊട്ടിക്കും. കാരണം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ളൊരു അധികാരം നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഒന്നും ഒരു നാളും ഞങ്ങൾക്ക് ദോഷം വരുത്തുകയില്ലല്ലോ, ദോഷം വരുത്തുകയില്ലല്ലോ, ദോഷം വരുത്തുകയില്ലല്ലോ. എല്ലാ കണ്ണുകളും അടച്ചോ. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സങ്കടം തോന്നരുത്, പക്ഷേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നിങ്ങൾ ആരും ഒരു കൈയൊന്നും അടിക്കണ്ട. ഓക്കെ, കണ്ണടച്ചോ, ഒന്ന് പ്രാർത്ഥിച്ചേ. നമുക്ക് കൈയടിയിലല്ല, അതിനപ്പുറം ഒരു ദൈവശക്തി, അതെങ്ങനെ നമ്മുടെ ശരീരത്തിലോട്ടൊന്ന് ഇറങ്ങുന്നതെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ. കണ്ണുകളടച്ചോ, എൻ്റെ കൂടെ ചേർന്ന് ഇങ്ങനൊന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ മുമ്പിലുണ്ട്. യോർദാൻ്റെ കരയിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങിയതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ ഇറങ്ങുവാൻ ഞങ്ങൾ അനുവദിക്കുകയാണ്. ഞങ്ങളുടെ ശരീരങ്ങളെ ശക്തിയാൽ പൊതിയുവാൻ ഞങ്ങൾ വിട്ടുതരികയാണ്. കർത്താവേ, ഇരുട്ടിനെ തകർക്കാൻ, ബന്ധനങ്ങളെ അഴിക്കാൻ, നുകങ്ങളെ പൊട്ടിക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ഞങ്ങളുടെ നാവിൽ, ഞങ്ങളുടെ ചുമലിൽ അധികാരത്തെ പകരണമേ. ഞങ്ങളുടെ റാങ്കിങ് ഉയർത്തണമേ. ഇപ്പോൾ തന്നെ ഞങ്ങളതിനെ സ്വീകരിക്കുകയാണ്, ഞങ്ങളതിനെ സ്വീകരിക്കുകയാണ്, ഞങ്ങളതിനെ സ്വീകരിക്കുകയാണ്, ഞങ്ങളതിനെ സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ഞങ്ങളതിനെ സ്വീകരിക്കുകയാണ്. ആരും കണ്ണു തുറക്കണ്ട, നിങ്ങളെ ഇടത്തോ വലത്തോ നിൽക്കുന്ന ആരെ നോക്കണ്ട. നിങ്ങൾ കർത്താവിനോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അത് തന്നെ ഇപ്പോൾ നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയും അത് ആക്റ്റീവ് ആകുകയും ചെയ്യുന്നത് അനുഭവിക്കുക, 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 അനുഭവിക്കുക. ഈ അധരങ്ങൾ ഇനി യാചിക്കുകയില്ല. ഈ അധരങ്ങൾ ഇനി കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. നിങ്ങൾ കൽപ്പിക്കുന്നത് തന്നെ പ്രവർത്തിക്കുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സൃഷ്ടിക്കുന്ന റൂഹ, അവൻ്റെ അത്യന്ത ശക്തി നിന്റെ വായിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വാക്കുകളിലൂടെ പ്രവർത്തിക്കുന്നത് കാണാൻ തയ്യാറാകുക. ഈ സെക്കൻഡിൽ, ഈ മിനിറ്റിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും അധരങ്ങളുടെ മേൽ ആ അധികാരത്തിന്റെ ആക്ടിവേഷൻ സംഭവിക്കുന്നു. യെസ്, 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 യെസ്. Now. Thank you, Holy Spirit. I release the authority. I'm imparting the exousia. Yes, 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 yes. അത് വന്ന് പതിക്കട്ടെ, അത് ഇവരുടെ മേൽ വന്ന് പതിക്കട്ടെ. തീനാളങ്ങൾ പോലെ അത് ഇവരുടെ നാവിന്റെ കൂടെ ചേരട്ടെ. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ നസറായനായ യേശുവിന്റെ ഉയരത്തിലെയും ഉയർപ്പിന്റെയും ശക്തിയെ ഞാൻ ഇപ്പോൾ ഈ സഭയുടെ മേൽ തുറന്നു വിടുന്നു. പിടിച്ചോ, 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 പിടിച്ചോ. അതിനെ നിശബ്ദമായി നിന്നതിനെ സ്വീകരിച്ചോ. ഇനി നിന്റെ നിയന്ത്രണം നിന്റെ കയ്യിലാകുകയില്ല. ചുഴലിക്കാറ്റിനകത്ത് പെട്ടുപോയതുപോലെ ആത്മാവ് ഇന്ന് രാത്രി ചിലതിനെ ചുരുട്ടിയെടുക്കട്ടെ.
ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗങ്ങളുടെ മേൽ ഒരു വലിയ അധികാരത്തെ നിങ്ങളുടെ നാവിന്റെ മേലും കൈകളുടെ മേലും കർത്താവ് തുറക്കുകയാണ്. രോഗങ്ങളുടെ മേലും രോഗികളുടെ മേലും ഒരു വലിയ ഹീലിംഗ് മിനിസ്ട്രിയെ ഇപ്പോൾ ഞാൻ ഈ സഭയുടെ മേൽ ആക്ടിവേറ്റഡ് ആകാൻ കൽപ്പിക്കുന്നു. ഇരുട്ടിന്റെ മേലും ഭൂതങ്ങളുടെ മേലും ഇരുട്ടിന്റെ ബന്ധനങ്ങളുടെ മേലും അധികാരമുള്ള ചിലരെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അഭിഷേകം ചെയ്ത് അതിനു വേണ്ടി മാറ്റട്ടെ. യെസ് യെസ് യെസ്. തോന്നലുകളല്ല, അക്ഷരികമായി നിങ്ങളുടെ ശരീരത്തിലേക്ക് തീയിറങ്ങട്ടെ. ഇരുട്ടിനെ ദഹിപ്പിച്ചു കളയുന്ന അഗ്നി. അക്ഷരികമായി ഇതിനകത്ത് ചിലരുടെ മേൽ തീ പിടിക്കട്ടെ. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന കാലിന്റെ വെള്ളയിൽ നിന്ന്, കാൽപാദത്തിൽ നിന്ന് ഇപ്പോൾ ആത്മാവിന്റെ ശക്തി ശരീരങ്ങളിലേക്ക് ഇടിച്ചു കയറട്ടെ. Father, now I release the power of God. I release the fire of the Holy Spirit. Yes, 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 yes. വിട്ടുകൊടുത്തു. ആള് മാറിയവനെ പോലെ നിങ്ങളുടെ മേൽ ആ പകർച്ച ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. Yes. 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 Manteni alkamono. Mabrateni alkamono. ഇപ്പോൾ പിതാവേ, ഞങ്ങളൊരു പുതിയ മാന്റിലിനെ ഇവിടെ ഓപ്പറേറ്റ് ആക്കുകയാണ്. ഞങ്ങളിലുള്ളത് അതുപോലെ ഞങ്ങൾ പകരുകയാണ്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. നിങ്ങളുടെ ആത്മാവിൽ കത്തുന്നൊരു തീയെ ശ്രദ്ധയോടൊന്ന് നോക്കിയേ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടൊഴുകുന്ന ജീവജലത്തിൻ്റെ നദിയെ ശ്രദ്ധയോടൊന്ന് നോക്കിയേ. യെസ്, ഇനിയും പരിശുദ്ധാത്മാവിനകത്ത് ചിലരെ കൂടെ പിടിക്കാനുണ്ട്. യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, പൊതിഞ്ഞെടുക്കുന്നത് വരെ, ഒരു കാർപ്പറ്റ് കൊണ്ടൊന്നിനെ പൊതിയുന്നത് പോലെ ശരീരങ്ങളെ മുഴുവൻ ദൈവശക്തി പൊതിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മേൽ യൂണിഫോമുകൾ വന്നു വീഴും. നിങ്ങളുടെ മേൽ മുദ്രകൾ പതിപ്പിക്കപ്പെടും. യെസ് 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 യെസ്. ഈ അന്തരീക്ഷത്തിൽ നിശബ്ദമായി നിന്നുകൊണ്ട് ആ ദൈവശക്തിയിലേക്ക് നിങ്ങൾക്കൊന്ന് എടുത്തു ചാടാൻ പറ്റുമോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങളിൽ ഇപ്പോൾ അടയാളങ്ങളോടെ, പുതിയ അനുഭവങ്ങളോടെ, പുതുഭാഷകളോടെ, ദർശനങ്ങളോടെ, അത് തുടങ്ങുകയാണ് ഇവിടെ. ഒന്നും ആർട്ടിഫിഷ്യലായി വേണ്ട. അവനുള്ളതുപോലെ ഇപ്പോൾ നിങ്ങളുടെ മേൽ ആ പകർച്ചകളെ ഇടുകയാണ്.
ഞാൻ കാണുന്നു ഇതിനകത്ത് ജനനങ്ങൾ നടക്കുന്നു. ഇന്ന് ഇതിനകത്ത് മാളിക മുറിയിൽ നിന്ന് അപ്പോസ്തലന്മാർ ഇറങ്ങി വന്നതുപോലെ ജനനങ്ങൾ നടക്കുകയാണ്. സൂപ്പർ നാച്ചുറൽ മിനിസ്റ്റേഴ്സ് ഇതിനകത്ത് ജനിക്കുകയാണ്. അപ്പോസ്തലന്മാർ ജനിക്കുകയാണ്. ആത്മാവിൽ എടുക്കപ്പെട്ട് പറന്നു പോകുന്ന ഫിലിപ്പോസുമാർ ജനിക്കുകയാണ്. സ്തേഫാനോസുമാർ ജനിക്കുകയാണ്. പത്മോസിൽ സ്വർഗതലങ്ങളെ കാണുന്ന യോഹന്നാന്മാർ ജനിക്കുകയാണ്. ഇറ്റ്സ് എ ബർത്ത് പ്ലേസ്, ഇറ്റ്സ് എ ബർത്ത് പ്ലേസ്. യെസ്, പുതിയത് പുതുമയോടെ ദൈവരാജ്യത്തിലെ ശക്തിയോടെ ഈ സെക്കൻഡിൽ ചിലരുടെ മേൽ ജനനങ്ങൾ സംഭവിക്കട്ടെ. മറച്ചിരുന്ന മൂടുപടങ്ങൾ മാറിയിട്ട് അഭിഷേകത്തിന്റെ പുതപ്പിനാൽ ഇപ്പോൾ ആത്മാവ് നിന്നെ പൊതിഞ്ഞെടുക്കട്ടെ. പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ ദേവാവിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ ദേവാവിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ. ഈ രാത്രി നമ്മുടെ കണ്ണുകളെ അടക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ പ്രാപിച്ചത് ഒഴുകുന്ന അളവിലേക്ക് എത്തി നിൽക്കുകയാണ്. യേശു പിതാവിൽ നിന്ന് ശക്തി പ്രാപിച്ചു. ആ ശക്തി യേശുവിന്റെ ശരീരത്തിൽ നിന്ന് 12 വർഷത്തെ രക്തസ്രവത്തെ നിർത്തിയെങ്കിൽ നാം ഇന്ന് രാത്രിയിലും സ്വീകരിച്ച ദൈവത്തിന്റെ ശക്തി നമ്മളിൽ ഒതുങ്ങരുത്. അത് നിന്റെ പുരയ്ക്കകത്തേക്ക് ഒഴുകട്ടെ. അത് നിന്റെ പട്ടണത്തിലേക്ക് ഒഴുകട്ടെ. അത് നിന്നിലൂടെ നിന്റെ മുൻപിൽ എത്തി നിൽക്കുന്നവരുടെ ഹൃദയങ്ങളെ കാന്തം പോലെ എത്തിപ്പിടിക്കട്ടെ. ആത്മശക്തി ഒഴുക്കുവാൻ നമ്മുടെ ഹൃദയത്തെ, ശരീരത്തെ ക്രിസ്തുവിൽ സൂക്ഷിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ അടുത്തു വരുന്നു. ഇതുവരെ ഞങ്ങളെ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിച്ചതിന് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തനെ ഞങ്ങളുടെ നടുവിൽ അയച്ച് ഇന്ന് പകലും ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ വചനത്താൽ പരിപോഷിപ്പിച്ച ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ആത്മബലത്തിൽ
അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങൾ അങ്ങ് പകർന്ന അധികാരത്തെ കർത്താവെ പൈശാചിക ലോകത്തിന് കർത്താവെ ആഘാതങ്ങൾ സൃഷ്ടിപ്പിക്കുന്ന തലത്തിൽ ഞങ്ങളത് ഉപയോഗിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അഭിഷക്തനെ കർത്താവെ കൂട്ടു ശുശ്രൂഷകരെ തൽസമയത്ത് അവരുടെ കർത്താവ് എത്തേണ്ടുന്നിടത്ത് ദൈവം എത്തിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറ്റം ചെയ്തു തന്ന അധികാരത്തിൻ്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളിൽ ആരംഭിച്ച് കുടുംബങ്ങളിൽ ആരംഭിച്ച് ഞങ്ങളുടെ പട്ടണങ്ങളിൽ വെളിപ്പെടുത്തി രാജ്യങ്ങളിൽ അത് സ്തുതിപ്പെടുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാം മഹത്വം ഞങ്ങൾ അപ്പനർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.